കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ സുവിശേഷ യോഗത്തിൻ്റെ രണ്ടാം രാത്രിയിൽ ആഗതരായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ദേശനിവാസികളായ മാന്യ സ്നേഹിതർ ഈ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ ശ്രവിക്കുകയും ഈ ദൃശ്യസീമയ്ക്കുള്ളിൽ ഞങ്ങളെ ശ്രദ്ധിക്കുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരെയും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുന്നു. നാം ദൈവസന്നിധിയിൽ കൂടി വന്നിരുന്ന സമയം മുതൽ ആയിരം അദൃശ്യദൂത സഞ്ചയത്തിൻ്റെ അകമ്പടിയോടുകൂടെ നമ്മുടെ മധ്യത്തിൽ എഴുന്നള്ളി വരികയും തൻ്റെ സിംഹാസനം നമ്മുടെ മധ്യത്തിൽ സ്ഥാപിച്ച് നമ്മെ അനുഗ്രഹിച്ചും നമ്മെ തൻ്റെ സന്നിധിയിലെ സന്തോഷം കൊണ്ട് നിറയ്ക്കുകയും പരിശുദ്ധാത്മാവിൽ കൂടെ തൻ്റെ വലിയ പ്രവൃത്തി നമ്മുടെ മധ്യത്തിൽ ചെയ്തുകൊണ്ടിരുന്ന ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. സ്തോത്രം. ഈ സന്ധ്യാസമയത്ത് നമ്മുടെ ധ്യാനത്തിനായി നമ്മുടെ ശ്രദ്ധയെ വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 9, 10, 11 വാക്യങ്ങളിലേക്ക് കൊണ്ടുവരാം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വേദഭാഗങ്ങൾ. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി, അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ ഒക്കെ മടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പിതാവായ ദൈവം, സർവശക്തനായ ദൈവം തന്റെ പുത്രനായ യേശുവിനെ സകലത്തിനും മീതെ ഉയർത്തുകയും എല്ലാ നാമങ്ങൾക്ക് മേലായൊരു നാമം കൊടുക്കുകയും ചെയ്തു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം. ഈ വിധത്തിൽ ഉയർത്തപ്പെടുവാനുള്ള കാര്യം ദൈവസന്നിധിയിൽ നിന്ന് നിബദിച്ചു പോയ പാപമാകുന്ന ചേറ്റിൽ താണുപോയ മാനവജാതിയെ ഉദ്ധരിക്കുവാൻ ദൈവ പദ്ധതി എന്ന വണ്ണം ദൈവസിംഹാസനത്തെ പങ്കിട്ടവൻ, ദൈവസ്വരൂപത്തിലായിരുന്നവൻ, ദൂതസഞ്ചയത്തിന്റെ ആരാധന പാത്രനായിരുന്നവൻ, സകല മഹിമയും വെടിഞ്ഞ് ഈ ഭൂമിയിലേക്ക് വന്നു. വ്യക്തമായി അപ്പോസ്തലൻ അവിടെ അതിനെ പ്രസ്താവിക്കുകയാണ്. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വെക്കാതെ ദാസരൂപമെടുത്തു, വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി, മനുഷ്യവേഷത്തിൽ വിളങ്ങി, മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. അങ്ങനെ മാനവജാതിയെ ഉദ്ധരിച്ച് വീണ്ടെടുത്ത് പിതാവിന്റെ ഹിതമെന്ന വണ്ണം ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലതുഭാഗത്തേക്ക് അവൻ എടുത്തുകൊള്ളപ്പെട്ടു. അങ്ങനെ സകല അധികാരങ്ങൾക്കും വാഴ്ചകൾക്കുമെല്ലാം മേലായി യേശുവിനെ പിതാവ് ഉയർത്തി. അങ്ങനെ അവന്റെ നാമം സകല നാമങ്ങൾക്കും മേലെ ഉയർത്തി. എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 21 മുതലുള്ള വേദഭാഗത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇപ്രകാരം പറഞ്ഞിരിക്കുകയാണ്: അങ്ങനെ സകലത്തെയും നിറയ്ക്കുന്നവന്റെ നിറവായ ശരീരമാകുന്ന സഭയ്ക്ക് നൽകി. ദൈവത്തിന് സ്തോത്രം. അത് യേശുവിന് ഇപ്രകാരം ഒരു മഹത്വകരമായ നാമം പിതാവ് നൽകിയിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആ നാമത്തിൽ ശക്തിയുണ്ട്, ആ നാമത്തിന് അധികാരവുമുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നാൽ യേശു ഈ ഭൂമിയിൽ വരുന്നതിന് മുൻപ് അനാദി നിത്യതയിൽ അവൻ അറിയപ്പെട്ടിരുന്നത് വചനമെന്നാണ്. അപ്പോസ്തലനായ യോഹന്നാൻ തന്റെ സുവിശേഷത്തിന്റെ പ്രാരംഭമായി തന്നെ അത് പ്രതിപാദിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. 1-ാം അധ്യായം പ്രാരംഭ ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടൊപ്പമായിരുന്നു, ഉളവായതൊന്നും അവനെ കൂടാതെയല്ല, സകലവും അവൻ മുഖാന്തരം ഉളവായി. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ ഭൂമിയിലേക്ക് യേശു മനുഷ്യവേഷധാരിയായി വരുന്നതിന് മുൻപ് പിതാവിനോടൊപ്പം അവനായിരുന്നപ്പോൾ അവൻ അറിയപ്പെട്ടത് വചനമെന്നാണ്. ദൈവത്തിന്റെ വചനം സകല സൃഷ്ടിക്കും കാരണഭൂതനും സകലവും അവൻ മുഖാന്തരമായി ഉളവാകുവാനും ചെയ്തു. ദൈവത്തിന് സ്തോത്രം. മോശയുടെ പഞ്ചഗ്രന്ഥങ്ങളുടെ ആദ്യത്തെ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഇതേ കാര്യം പ്രതിപാദിച്ചുകൊണ്ടാണ് സത്യവേദ പുസ്തകം ആരംഭിക്കുന്നത്.
ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അതേ, സകലത്തിനും കാരണഭൂതനായി സകല സൃഷ്ടിക്ക് മുഖാന്തരമായി യേശുവിനെ ബൈബിൾ എടുത്ത് ലോകത്തിന് വെളിപ്പെടുത്തുകയാണ്. എന്നാൽ അവൻ അനാദിയിൽ അവൻ വചനമായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. വചനമായി കാണപ്പെട്ടു. പിതാവിനോടൊപ്പം അവനായിരുന്നു. പിതാവ് അവൻ മുഖാന്തരമായി സകലവും സൃഷ്ടിച്ചു. അപ്പോൾ യേശുവിന് മേലായൊരു നാമം ലഭിച്ചു. അവൻ സൃഷ്ടിയിലുണ്ടായിരുന്നു, ആരംഭത്തിലുണ്ടായിരുന്നു, അവൻ മുഖാന്തരം സകലവും ഉളവായി എന്ന് ബൈബിൾ വ്യക്തമായി പറയുകയാണ്. എന്നാൽ ഇന്ന് നാം ലോകത്തെ നോക്കുമ്പോൾ ഈ മനോഹരമായ പ്രപഞ്ചത്തെയും പ്രപഞ്ചത്തിൽ അടങ്ങിയിരിക്കുന്ന സൃഷ്ടിജാലങ്ങളെയും ഒക്കെ കണ്ണോടിച്ചു നോക്കുമ്പോൾ ലോകത്തിന്റെ ശാസ്ത്രത്തിനോ ലോകത്തിന്റെ തത്വചിന്തകന്മാർക്കോ ഇത് സൃഷ്ടാവിന്റെ കൈവിരുതാണെന്ന് അംഗീകരിക്കാൻ കഴിയുന്നില്ല. എന്നാൽ ബൈബിൾ അസന്നിഗ്ധം വ്യക്തമാക്കുകയാണ്, ഈ കാണുന്ന പ്രപഞ്ചത്തെ എല്ലാം സൃഷ്ടിച്ചത് ഒരു സൃഷ്ടാവാണ്. ആ സൃഷ്ടാവിന്റെ കരത്തിന്റെ ആ വലിയ നിർമ്മിതിയാണ് ഈ പ്രപഞ്ചത്തിൽ അടങ്ങിയിരിക്കുന്ന മനുഷ്യനും മൃഗജാലങ്ങളും വൃക്ഷലതാദികളും ആകാശത്തിൽ പറക്കുന്ന പക്ഷികളും വെള്ളത്തിൽ സമുദ്രത്തിൽ നീന്തി തുടിക്കുന്ന മീനുകളെന്ന് ബൈബിൾ വ്യക്തമായി പറയുകയാണ്. എന്നെ കേൾക്കുന്ന സ്നേഹിത ദേശനിവാസികളെ, നാം ചിന്തിക്കുന്നവരാണ്, ചിന്താശേഷി നഷ്ടപ്പെട്ടിട്ടില്ലാത്തവരാണ്. ഈ മനോഹരമായ പ്രപഞ്ചത്തെ നോക്കിയാൽ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഇതൊന്നും യാദൃശ്ചികമായി ഉളവായതല്ല. ഇതിന്റെ എല്ലാം പിൻപിൽ ഒരു വലിയ ജ്ഞാനത്തിന്റെ വൈഭവം നമുക്ക് കാണുവാൻ സാധിക്കുകയാണ്. സൃഷ്ടാവായ ദൈവത്തിന്റെ ഉള്ളിൽ ഉരുത്തിരിഞ്ഞ ആശയത്തെ വ്യക്തമായി അവൻ രൂപകൽപ്പന ചെയ്തതിനെ രൂപപ്പെടുത്തി അവൻ നിർമ്മിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ലോകത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പലതും ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടാണ് നിർമ്മിക്കുന്നത്. ഡിസൈനിങ് ഉണ്ടെങ്കിൽ അതിന്റെ പിൻപിൽ ഒരു ഡിസൈനർ ഉണ്ട്. ആ ഡിസൈനർ തന്റെ ഡിസൈൻ പ്രകാരം ഒരു രൂപം നൽകുകയാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ മനുഷ്യന്റെ ഉപയോഗത്തിലും മനുഷ്യന്റെ കൈവശമുള്ള ഏതൊരു വിഷയവും മനുഷ്യന്റെ ഉദ്ദേശപ്രകാരം ഹിതപ്രകാരം മനുഷ്യന്റെ ആവശ്യത്തിനായി നിർമ്മിച്ചിരിക്കുന്നത് പോലെ ദൈവം ഈ സൃഷ്ടിച്ചതിനെല്ലാം തന്റെ ഹിതപ്രകാരമാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ശാസ്ത്രം പറയുന്നു, ഈ വാനജ്യോതിർഗോളങ്ങളും അതിലടങ്ങിയിരിക്കുന്ന നക്ഷത്ര വ്യൂഹങ്ങളും ഒക്കെ ഒരു വിസ്ഫോടനത്താൽ നിർമ്മിക്കപ്പെട്ടതെന്ന. ദൈവത്തിന് സ്തോത്രം. പതിറ്റാണ്ടുകൾ മുൻപ് തന്നെ ആ സിദ്ധാന്തം പ്രചരിപ്പിക്കപ്പെടുകയും അതിന് വേണ്ടുന്നത്ര പ്രചാരം ലഭിക്കുവാൻ ആദ്യ സമയത്ത് കഴിഞ്ഞെങ്കിലും പല ചോദ്യങ്ങൾക്ക് മുൻപിൽ അത് വീണ്ടും ആശയക്കുഴപ്പത്തിലായിരിക്കുകയാണ്. വളരെ ഉയർന്ന സാന്ദ്രതയിലുള്ള ഒരു വലിയ ഗോളം പൊട്ടിത്തെറിച്ച് ചിഹ്ന ഭിന്നമായി അനേക കോടിക്കണക്കിന് കഷ്ണങ്ങളായി തീർന്നു. ആ സ്ഫോടനത്തിന്റെ പ്രാഥമികമായ 20 നിമിഷത്തിൽ തന്നെ പൊട്ടിച്ചിഹ്ന ഭിന്നമായ ആ കഷണങ്ങളെല്ലാം വ്യത്യസ്തമായ നിലയ്ക്ക് പ്രപഞ്ചത്തിൽ ഈ വിധത്തിൽ നിരത്തപ്പെട്ടാണ് സൂര്യനും ചന്ദ്രനും ഗ്രഹങ്ങളും ഒക്കെ നിർമ്മിതമായെന്നവർ അവകാശപ്പെടുകയാണ്. അപ്പോൾ അതിന് എതിരായൊരു ചോദ്യം ഉയരുന്നു, ഈ ഗോളം എങ്ങനെയുണ്ടായി? ഇത്രമാത്രം വലിപ്പത്തോടുകൂടെ, ഭീമ വലിപ്പത്തോടുകൂടെ ഇതുണ്ടാകുന്നത് എവിടെ നിന്നാണ്? ഇത് ഇങ്ങനെ ചിഹ്ന ഭിന്നമാകുവാൻ തക്കവണ്ണം അതിൽ പ്രഹരിച്ച, അതിന് പ്രഹരമായി തീർന്ന, അതിനെ തകർത്ത് വ്യത്യസ്തമായ കഷ്ണങ്ങളാക്കി തീർത്ത ആ ശക്തിയുടെ സ്രോതസ് എവിടെയാണ്? ദൈവത്തിന് സ്തോത്രം. അതിന് ആ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവിന് ഉത്തരം നൽകുവാൻ കഴിയുന്നില്ല. എന്നാൽ ദൈവമക്കളെ, പ്രിയ സുഹൃത്തുക്കളെ, നാം കണ്ണോടിക്കുമ്പോൾ ഇതിന്റെ എല്ലാം പിൻപിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് സൃഷ്ടാവിന്റെ കരവിരുതാണ്. 1969 ജൂലൈ മാസം 20-ാം തീയതി അമേരിക്കയുടെ ബഹിരാകാശ സഞ്ചാരിയായ നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ കാലൂന്നിയ സമയം തന്നെ ദൈവഭക്തനായ മനുഷ്യന് അവിടെ നിന്ന് തനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് സൃഷ്ടാവായ ദൈവത്തിന്റെ കരവിരുതാണ്. തന്റെ കൈവശം താൻ കരുതിയിരുന്നത് ഒരു ബൈബിളാണെന്ന് പറഞ്ഞു കേൾക്കുന്നു. സങ്കീർത്തനം 8-ാം അധ്യായത്തിലേക്ക് വന്നിട്ട് ആ പുസ്തകം, ആ വേദഭാഗം താൻ എടുത്ത് ഇപ്രകാരം വായിക്കുന്നു: ദൈവമേ, നീ സൃഷ്ടിച്ച ആകാശത്തെയും നക്ഷത്രത്തെയും ചന്ദ്രനെയൊക്കെയും നോക്കുമ്പോൾ നീ മർത്യനെ ഓർക്കേണ്ടതിന് അവൻ എന്തുമാത്രം. അതെ, ദൈവഭക്തിയോടും ദൈവചിന്തയോടും പരമാർത്ഥ ഹൃദയത്തോടും ഈ പ്രപഞ്ചത്തിൽ കണ്ണോടിച്ചു നോക്കുന്ന ഏതൊരു വ്യക്തിക്കും ഇതിന്റെ പിൻപിലുള്ള സൃഷ്ടാവിന്റെ കരവിരുത് വ്യക്തമായി മനസ്സിലാക്കുവാനിടയാവുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതെ, ഇന്ന് നമ്മുടെ മധ്യത്തിലും സകല സൃഷ്ടിക്കും മുഖാന്തരവും കാരണഭൂതനുമായ ദൈവപുത്രൻ, നമ്മെ വീണ്ടെടുത്തവൻ, യേശു എന്ന നാമത്തിൽ നമുക്കായി വന്ന് മരിച്ചവൻ സർവശക്തിയോടുകൂടെ നമ്മുടെ മധ്യത്തിൽ ഉലാവിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ സർവ സൃഷ്ടിക്കും കാരണഭൂതനും അധികാരിയും സർവശക്തന്റെ
പുത്രനുമായ യേശു മനുഷ്യകുലത്തിന്റെ ഉദ്ധാരണത്തിനു വേണ്ടി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ദൈവത്തിന് സ്തോത്രം. ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു സൃഷ്ടാവ് സൃഷ്ടിയായി സൃഷ്ടികളുടെ മധ്യത്തിൽ ഇറങ്ങി വരുന്ന ആ പ്രവൃത്തി എത്രയോ ആശ്ചര്യകരമായിരിക്കുന്നു. യോഹന്നാൻ തന്റെ 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ പറയുന്നു, ആദിയിൽ വചനമായിരുന്ന വചനം ജഡമായി അവതരിച്ചു. വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യം. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആദിയിൽ വചനമായിരുന്നവൻ ജഡമായി അവതരിച്ചു. എന്നാൽ അതിന്റെ സവിശേഷത എന്നത് സാധാരണ മനുഷ്യരെ പോലെ ജഡത്തിൽ അവൻ അവതരിച്ചുവെങ്കിലും കൃപയും സത്യവും നിറഞ്ഞവനായിരുന്നു. അതാണ് യേശുവിനെ സാധാരണ മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. ജഡത്തിൽ അവൻ അവതരിച്ചെങ്കിലും കൃപയും സത്യവും നിറഞ്ഞവനായിരുന്നു. ഈ കൃപയും സത്യവും അവൻ ഇല്ലായിരുന്നെങ്കിൽ അവൻ സാമാന്യ മനുഷ്യരെ പോലെ ജഡീകനായി കാണപ്പെടുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ആ ജഡ അവതാരത്തിനൊത്തവണ്ണം കൃപയും സത്യവും അവനിൽ നിറഞ്ഞിരുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. അവന്റെ നിറവിൽ നിന്ന് നമുക്ക് കൃപമേൽ കൃപ ലഭിക്കുകയാണ്. അവൻ ലോകത്തിന് സത്യം വെളിപ്പെടുത്തി ആ സത്യത്തിന് അനുസൃതമായി ജീവിപ്പാനുള്ള കൃപയും അവൻ കൊടുത്തു. എന്നാൽ മോശയെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ന്യായപ്രമാണ കാലഘട്ടത്തിൽ സീനായി പർവ്വതത്തിൽ നിന്ന് ദൈവത്തിന്റെ കരങ്ങളിൽ നിന്ന് ന്യായപ്രമാണം വാങ്ങി ഇസ്രായേലിന് കൊടുത്തു. എന്നാൽ അതിനനുസരിച്ച് ജീവിപ്പാനുള്ള ദൈവികമായ സഹായമോ മറ്റ് കൃപയോ ഇസ്രായേലിന് ലഭിച്ചില്ല. മോശയ്ക്കത് വാങ്ങിക്കൊടുക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് അത് ചെയ്യുന്നവൻ അത് മുഖാന്തരമായി ജീവിച്ചു. എന്നാൽ അത് ഭാരമേറിയ നുകവും ചുമപ്പാൻ കഴിയാത്ത വലിയ ഭാരമായി തീർന്നു. പലരും അതിൽ തട്ടി ഇടറി വീണു. എന്നാൽ യേശു സത്യം നൽകുക മാത്രമല്ല, സത്യത്തിന് അനുസൃതമായി ജീവിപ്പാനുള്ള കൃപയും കൊടുക്കുന്നവനായി കാണപ്പെടുകയാണ്. ഇന്ന് ഈ സന്ധ്യാസമയത്ത് ദൈവസന്നിധിയിൽ വന്നിരിക്കുന്ന ദൈവമക്കൾ, യേശുവിൽ നിന്ന് സത്യം പ്രാപിച്ചവർ, സത്യത്തിനനുസരിച്ച് ജീവിപ്പാൻ കൃപ പ്രാപിച്ചവർ, കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ വിളിച്ചാട്ടെ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ കാലസമ്പൂർണതയിൽ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിപ്പാൻ തക്കവണ്ണം ലോകത്തിലേക്ക് അയച്ചു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ആ സന്ദർഭത്തിൽ യേശുവിന്റെ ജനനത്തിന് മുൻപ് തന്നെ ദൂതനായ ഗബ്രിയേൽ മുഖാന്തരമായി യോസഫിനോട് ദൈവം അരുൾ ചെയ്യുകയാണ്, നിനക്ക് ജനിക്കുവാൻ പോകുന്ന മകൻ, അവൻ തന്റെ ജനത്തെ പാപത്തിൽ നിന്ന് രക്ഷിക്കേണ്ടവനാകയാൽ അവന് യേശു എന്ന പേരിടണം. ദൈവത്തിന് സ്തോത്രം. അതേ, യേശുവിന്റെ പേര്, യേശുവിന്റെ നാമം സകല നാമങ്ങൾക്കും മേലായ നാമമാണ്. അതിന് ശക്തിയുള്ള നാമമാണ്, അതിന് അധികാരമുള്ള നാമമാണ്. ആ നാമത്തിന്റെ ശക്തിയും അധികാരവും ഒന്നാമതായി മനുഷ്യർക്ക് വേണ്ടി ചെയ്യുന്നത് പാപത്തിൽ നിന്ന് മനുഷ്യരെ രക്ഷിപ്പാൻ ശക്തിയുള്ള നാമമാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ആയതിനാൽ യേശു രക്ഷകനായി വന്നു. അവന്റെ നാമം അവന്റെ രക്ഷണീയ പ്രവൃത്തിയെ വിവരിക്കുകയാണ്. ഇത് നമുക്ക് ലോകത്തിൽ പലതരത്തിലുള്ള അവതാരങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പലതരത്തിലുള്ള നാമത്തിൽ അവർ വെളിപ്പെട്ടു. എന്നാൽ അവകാശപ്പെടുന്നത് പോലെയുള്ള പ്രവൃത്തികളൊന്നും അവരിൽ നിന്ന് വെളിപ്പെട്ടതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ നാമത്തിൽ വെളിപ്പെടുന്നത് ഒരു വ്യക്തിയുടെ സ്വഭാവമാണ്, ആ വ്യക്തിയുടെ ശക്തിയും അധികാരവുമാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ യേശു രക്ഷയ്ക്കായി ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ അധികാരവും ശക്തിയുമുള്ളൊരു നാമം യേശുവിനുണ്ടായിരുന്നതുപോലെ തന്നെ നമുക്ക് പഴയ നിയമകാലത്തിൽ കാണുവാൻ സാധിക്കുന്നു. ഇസ്രായേൽ മിസ്രൈമിന്റെ അടിമത്തത്തിലായിരുന്നപ്പോൾ ദൈവം തന്റെ ദാസനായ മോശ മുഖാന്തരമായവരെ സ്വതന്ത്രമാക്കേണ്ടതിന് ഫറവോന്റെ അടുക്കലേക്ക് അയക്കുകയാണ്. ദൈവികമായ നിയോഗം മോശയുടെ മേൽ ഭരമേൽപ്പിക്കപ്പെട്ടപ്പോൾ മോശ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ഞാൻ ആരെന്ന് പറയാം, എന്നെ അയച്ചത് ആരെന്ന് ഞാൻ ഫറവോനോട് പറയണം. ഫറവോൻ എന്ന് പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ ഏറ്റവും അതിശക്തമായ ഒരു രാഷ്ട്രത്തിന്റെ ഭരണാധികാരിയാ. തന്റെ മുൻപിലൊന്നും പോയി അഡ്രസ് ഒന്നുമില്ല, നിൽക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് മോശ ചോദിച്ചു, ദൈവത്തോട് ആവശ്യപ്പെടുകയാ, ഞാൻ പോകാം, ഇസ്രായേലിന്റെ വിമോചനത്തിനായി ഭരണാധികാരിയെ ഫറവോന്റെ മുൻപിൽ പോയി ഞാൻ നിൽക്കാം, എന്നാൽ എന്നെ ആര് അയച്ചെന്ന് പറയണം. എന്നാൽ ദൈവം പറയുകയാണ്, ഞാനാകുന്നവൻ ഞാനാകുന്നു, അവൻ നിന്നെ അയച്ചു എന്ന് പറയണം. ഈ വിശേഷത നാം ശ്രദ്ധിക്കുമ്പോൾ
അവിടെ പ്രത്യേകമായി പറയുകയാണ്, ഐ ആം ദാറ്റ് ഐ ആം, ഞാനാകുന്നവൻ ഞാനാകുന്നു. അങ്ങനെ ഒരു വിവരണത്തിന്റെ കാരണം എന്താണ്? ദൈവത്തിന്റെ സർവശക്തിയും ദൈവത്തിന്റെ അധികാരവും മറ്റൊരു പദം കൊണ്ടോ മറ്റൊരു വസ്തുവെ കൊണ്ടോ ഒരു സാഹചര്യം കൊണ്ടോ താരതമ്യപ്പെടുത്തുവാൻ കഴിയാത്തത് കൊണ്ട്, അതിനെയൊക്കെ മീതെ അവന്റെ ശക്തിയും അധികാരവും വലുതായിരിക്കുന്നത് കൊണ്ട് ദൈവം തന്നെ കൊണ്ട് തന്നെ വിവരിക്കുകയാണ്, തന്നെ കൊണ്ട് തന്നെ പരിചയപ്പെടുത്തുകയാണ്, ഞാനാകുന്നവൻ ഞാനാകുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നതുപോലെ തന്നെ കൃപായുഗത്തിന്റെ ആരംഭത്തിൽ യേശു മാനവജാതിയുടെ രക്ഷയ്ക്കായി അവതരിച്ചപ്പോൾ സർവശക്തിയുള്ള ഒരു നാമവുമായി അവൻ വന്നു, യേശു എന്ന നാമം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നാൽ യേശു സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തക്കാരോ അവനെ കൈക്കൊണ്ടില്ല, അവർ അവനെ കൈവെടിഞ്ഞു. യഹൂദനായി വന്നു, യഹൂദ ജനതയുടെ മധ്യത്തിലേക്ക് വന്നു, എന്നാൽ അവർക്ക് യേശുവിനെ കൈക്കൊള്ളുവാൻ കഴിഞ്ഞില്ല. മശിഹ വരുമെന്നുള്ള വളരെ ആകാംക്ഷയോടുള്ള കാത്തിരിപ്പിൽ ഇരുന്ന ജനതയ്ക്ക് മശിഹയെ തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ല, അവർക്ക് അവനെ കൈക്കൊള്ളുവാൻ കഴിഞ്ഞില്ല. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുകയാണ്, രക്ഷയുടെ പ്രവൃത്തി ആരംഭിക്കുന്നത് യഹൂദന്മാരാൽ തള്ളപ്പെട്ട യേശുവിനെ ആര് കൈക്കൊള്ളുമോ അവർക്കാണ് ദൈവമക്കളാകുവാനുള്ള അധികാരം ദൈവം കൊടുക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. വായിച്ചാട്ടെ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവനെ കൈക്കൊണ്ട് യഹൂദന്മാർ തള്ളിയത്, യഹൂദന്മാർ ഉപേക്ഷിച്ചത്, യഹൂദന്മാർ ക്രൂശിച്ച യേശുവിനെ ആര് കൈക്കൊള്ളുമോ, യേശുവിന്റെ നാമത്തെ ആർ കൈക്കൊള്ളുമോ, സകല നാമങ്ങൾക്കും മേലായ നാമത്തെ, അധികാരമുള്ള ആ നാമത്തെ ആർ കൈക്കൊള്ളുമോ അവർക്ക് ദൈവമക്കളാകുവാനുള്ള അധികാരം ദൈവം കൊടുക്കുകയാണ്. ഇന്ന് ഈ സന്ധ്യാസമയത്ത് തന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ഇതുവരെയും നിനക്ക് യേശുവിനെ തിരിച്ചറിയുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? യേശുവിനെ നിനക്ക് കൈക്കൊള്ളുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇന്ന് രാത്രികാലം നിന്റെ ജീവിതത്തിൽ അതിന് മുഖാന്തരമാകട്ടെ. യേശുവിനെ കൈക്കൊള്ളുവാൻ, യേശുവിനെ സ്വീകരിക്കുവാൻ. അങ്ങനെയെങ്കിൽ നിനക്ക് ദൈവമകനാകുവാനുള്ള അധികാരം ലഭിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അവിടെ പറയേണ്ടത് എന്താണ്? നാം വായിച്ച കുറിവാക്യത്തിൽ പ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്, അവനെ കർത്താവെന്ന് സകല നാവും ഏറ്റുപറയും, അവന്റെ മുൻപിൽ സകല മുഴങ്കാലും മടങ്ങും. നാം അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇന്ന് കൃപയുടെ യുഗത്തിൽ യേശുവിന്റെ നാമം വെളിപ്പെടുത്തി തെരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യം കൊടുത്ത് യേശുവിന്റെ നാമത്തെ കൈക്കൊള്ളുന്നവരും യേശുവിനെ അംഗീകരിക്കുന്നവർക്കും ഇന്ന് നിർബന്ധം കൂടാതെ സ്വന്തം താല്പര്യത്താലും തീരുമാനത്താലും യേശുവിനെ കൈക്കൊണ്ട് കർത്താവെന്നവനെ ഏറ്റുപറയുവാൻ സാധിക്കും, അവന് മുൻപിൽ മുട്ടുകുത്തുവാൻ കഴിയും. എന്നാൽ ഇന്ന് അതിന് കഴിയാത്തവർക്ക് വരും നിത്യതയിൽ നിർബന്ധത്താൽ യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറയേണ്ടതായിട്ട് വരും, അവന്റെ മുൻപിൽ മുഴങ്കാൽ മടക്കേണ്ടതായിട്ട് വരും. എന്നാൽ ഇന്ന് ആര് അവന്റെ നാമത്തെ സ്വീകരിച്ച് അവനെ കർത്താവെന്ന് ഏറ്റുപറയുമോ അത് സ്വാതന്ത്ര്യത്തിൽപ്പെട്ട കാര്യമാണ്. ദൈവം ഒരിക്കലും മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തുകയില്ല. സൃഷ്ടിയുടെ ആരംഭം മുതൽ തന്നെ തെരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യം ദൈവം മനുഷ്യന് കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. അതിനാൽ അപ്പോസ്തലനായ പൗലോസ് പ്രവർത്തികളുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ പറയുകയാണ്, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അതാണ് സകല നാമങ്ങൾക്കും മേലായ നാമം, അധികാരമുള്ള നാമം, ശക്തിയുള്ള നാമം. ആ നാമം മാത്രമാണ് മാനവജാതിയുടെ രക്ഷയ്ക്കായി ദൈവം നൽകിയിരിക്കുന്നത്. ഇന്ന് ഈ സന്ധ്യാസമയത്തും ഈ ചാത്തന്നൂർ ദേശത്തോട് ഞങ്ങൾക്ക് വിളിച്ചു പറയുവാനുള്ളത് അതുതന്നെയാണ്, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശു എന്ന നാമമല്ലാതെ ഒരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. അതേ, ആ നാമം രക്ഷയെ സൗജന്യമായി നൽകുകയാണ്. എന്നാൽ എങ്ങനെയാണ് ഈ നാമത്താൽ രക്ഷ പ്രായോഗികമാക്കുന്നതെന്ന് പൗലോസ് റോമർക്കെഴുതിയ ലേഖനത്തിൽ വളരെ സവിസ്തരമായി വെളിപ്പെടുത്തുകയാണ്. 10-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പൗലോസ് ഇപ്രകാരം പറയുകയാണ്, യേശുവിനെ കർത്താവെന്ന് വായിക്കാം. 10-ന്റെ 9. യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ദൈവത്തിന് സ്തോത്രം. അതെ, യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും.
നീതിക്കായി ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും രക്ഷയ്ക്കായി വാ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യണം. എന്താണ്? യേശുവാണ് എൻ്റെ കർത്താവ്. കർത്താവ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കർത്തൃത്വം നടത്തുന്നവൻ എന്നാണ്, ഭരണാധികാരി എന്ന മൂലഭാഷയിൽ കൂരിയോസ് എന്ന പദം ഉപയോഗിച്ചിരിക്കുകയാണ്. ഇന്ന് രാത്രികാലം എത്ര പേർക്ക് വാസ്തവമായ രക്ഷ പ്രാപിപ്പാൻ ആഗ്രഹിക്കുന്നു? പാപത്തിന്റെ പിടിയിലമർന്ന് സ്വസ്ഥതയില്ലാത്ത ജീവിതത്താൽ വീർപ്പുമുട്ടുന്ന പ്രിയ സഹോദര, നിന്റെ സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം പാപത്തിന്റെ പരിഹാരത്താൽ മാത്രമേ ഉള്ളൂ. ഇന്ന് രാത്രികാലം നിനക്ക് യേശുവിനെ നിന്റെ രക്ഷിതാവായി, നിന്റെ കർത്താവായി നിനക്ക് സ്വീകരിപ്പാൻ കഴിയുമോ? നീ നിൽക്കുന്ന സ്ഥാനത്ത് ഇവിടെ ആയിക്കൊള്ളട്ടെ, അവിടെ ഇരുന്നുകൊണ്ട് നിനക്ക് പറയാൻ സാധിക്കുമോ, യേശുവിന്റെ കർത്താവാണ്? നീ ഹൃദയം കൊണ്ട് വിശ്വസിച്ചാട്ടെ, ആധരം കൊണ്ട് ഏറ്റുപറഞ്ഞാട്ടെ, രക്ഷ സൗജന്യമായി നിന്നെ തേടി വരുവാനിടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ രക്ഷ പ്രായോഗികമാകുന്നത് എങ്ങനെയെന്ന് പൗലോസ് വ്യക്തമാക്കുകയാ. അതിന്റെ താഴെ പറയുകയാണ്, വിശ്വസിക്കുന്നവൻ ഒരു നാളും ലജ്ജിക്കുകയില്ല. യേശുവിൽ വിശ്വസിക്കുന്നവൻ, യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറയുവാൻ തക്കവണ്ണം വിശ്വാസമുള്ളവനായി യേശുവിനെ സ്വീകരിക്കുന്നവൻ ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, പ്രിയ സഹോദര, കഴിഞ്ഞ നാളുകളിൽ നീ പലതരത്തിലുള്ള രക്ഷാമാർഗങ്ങൾ തേടിപ്പോയിരിക്കാം. ഈ രക്ഷയ്ക്കും പാപമോചനത്തിനും വേണ്ടി നേർച്ച കാഴ്ചകൾ നീ കഴിച്ചിരിക്കാം. തീർത്ഥാടന കേന്ദ്രങ്ങൾ നീ സന്ദർശിച്ചിരിക്കാം. ഇതൊക്കെയും വാസ്തവമായ പാപമോചനം നിന്റെ ജീവിതത്തിൽ ലഭിച്ചിട്ടുണ്ടോ? പാപം മോചിക്കപ്പെട്ടു എന്നുള്ളത് നിന്റെ ഉള്ളിൽ വരുന്ന ദൈവിക സമാധാനം കൊണ്ടാണ് തിരിച്ചറിയുവാൻ കഴിയുന്നത്. ദൈവികമായ സന്തോഷം കൊണ്ടാണ് തിരിച്ചറിയുവാൻ കഴിയുന്നത്. നീ പിൻപറ്റിയ ഭക്തിയുടെ മാർഗം, കർമ്മമാർഗം ഈ സമാധാനത്തെയും സന്തോഷത്തെയും നിന്റെ ജീവിതത്തിൽ കൊണ്ടുവന്ന് തന്നിട്ടില്ലെങ്കിൽ ഇതുവരെ നീ അനുഷ്ഠിച്ച ആചാര അനുഷ്ഠാനങ്ങളൊക്കെ വ്യർത്ഥമായി തീർന്നിരിക്കുകയാണ്. ഇന്ന് രാത്രികാലം നിന്നെ സ്നേഹിക്കുന്നവനായ ദൈവം നിന്നോട് സംസാരിക്കുകയാണ്. യേശുവിനെ നീ രക്ഷിതാവായി സ്വീകരിച്ചാട്ടെ, നിന്റെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താട്ടെ. ദൈവത്തിന് സ്തോത്രം. തുടർന്ന് ഈ രക്ഷയുടെ അനുഭവം ജീവിതത്തിൽ പൂർണ്ണമാകണമെങ്കിൽ പല പടികൾ മുൻപോട്ട് പോകേണ്ടതായിട്ട് ആവശ്യമാണ്. ഒന്നാമതായി, പാപമോചനം പൂർണ്ണമായി നമുക്ക് ലഭിക്കണം. നാം ശ്രദ്ധിക്കുമ്പോൾ, തിരുവെഴുത്തിൽ ശ്രദ്ധിക്കുമ്പോൾ, ദൈവം സകല നാമങ്ങൾക്കും മേലായി ഉയർത്ത നാമവും അധികാരം നൽകിയ ആ നാമം മുഖാന്തരമായാണ് ദൈവം മനുഷ്യനിൽ പൂർണ്ണമായി പ്രവർത്തിക്കുന്നത്. അവന്റെ രക്ഷയുടെ ഓരോ ഭാഗത്തിലും ഈ നാമത്തിന്റെ പ്രായോഗികമായ പ്രവൃത്തി നമുക്ക് കാണുവാൻ സാധിക്കുകയാണ്. അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായത്തിന്റെ 43-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, അവനിലുള്ള വിശ്വാസത്താൽ ഏതു മനുഷ്യനും, അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവന്റെ നാമം മൂലം പാപമോചനം ലഭിക്കുമെന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. ദൈവത്തിന് സ്തോത്രം. അതേ, സകല പ്രവാചകന്മാരും സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു യേശുവിന്റെ നാമത്താൽ പാപമോചനമുണ്ടെന്ന്. എത്രയോ പതിറ്റാണ്ടുകളായി എത്രയോ ഭക്തന്മാർ പരമാർത്ഥ ഹൃദയത്തോടുകൂടെ പാപത്തിൽ നിന്നുള്ള വിടുതലിനും രക്ഷയ്ക്കും വേണ്ടി അവർ രാപ്പകൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. സത്യദൈവമേതെന്നോ സത്യമാർഗമേതെന്നോ തിരിച്ചറിഞ്ഞിട്ടില്ലായിരുന്നെങ്കിലും അവരുടെ ഉള്ളിൽ കറ പോലെ പുരണ്ട ആ പാപത്തിന്റെ ശക്തിയിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ അവർ പ്രാർത്ഥിച്ചിരുന്നു, നേർച്ച കാഴ്ചകൾ കഴിച്ചിരുന്നു. നമ്മുടെ ആർഷഭാരത സംസ്കാരം തന്നെ നോക്കിയാൽ എത്രയോ ശ്രേഷ്ഠരായ ഋഷിവര്യന്മാർ ജീവിച്ചു. അവരുടെ പരമാർത്ഥമായ ഹൃദയത്തിന്റെ ആഗ്രഹം മറ്റൊന്നുമായിരുന്നില്ല, പാപത്താലും പാപത്തിന്റെ അനന്തരപരമായ ക്രിയകളാലും സമാധാനമറ്റ, സ്വസ്ഥതയറ്റ ഹീനമായ ഈ ശരീരത്തിൽ നിന്ന് അവരെ വിടിവിക്കണമെന്ന്. എന്നും അതിരാവിലെ അവർ ജലത്തിൽ ഇറങ്ങി സ്നാനമേൽക്കുമ്പോൾ, കുളിക്കുമ്പോൾ അവർ ചെയ്യുന്നത് അതായിരുന്നു. ജലധാരയെ കൈകളിൽ കൈക്കുമ്പിളിലെടുത്ത് ഉദിച്ചുവരുന്ന സൂര്യനെ നോക്കി അവരുടെ ഹൃദയത്തിന്റെ പാപഭാരവും ശരീരത്തിന്റെ പാപപ്രകൃതവും സൂര്യന്റെ നിർമ്മലതയോട് അവർ താരതമ്യപ്പെടുത്തുമായിരുന്നു. അവർ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അവർ സംസ്കൃതത്തിൽ ഇപ്രകാരമാണ് പ്രാർത്ഥിച്ചിരുന്നത്: പാപോഹം പാപകർമ്മോഹം പാപാത്മ പാപ സംഭവ പ്രാഹിമാം മുണ്ടരെ സർവയജ്ഞേശ്വരേശ്വരെ തോ ക്ഷമയോ നാപി പാപ മാ ധിതോമ യഥാ യോഗ്യ തഥാ ഗുരോ. അതേ, ആ ഭക്തന്മാർ, പരമാർത്ഥികളായവർ ആഗ്രഹിച്ചു, പാപത്തിൽ ഞങ്ങൾക്കൊരു വിടുതൽ വേണം, പാപത്താൽ ഹീനമായ ജന്മത്തിൽ നിന്ന് ഈ ശരീരത്തിൽ ഞങ്ങൾക്കൊരു മുക്തി വേണം. എന്നാൽ കാലസമ്പൂർണതയിൽ ദൈവം തന്റെ പുത്രനെ അയച്ചു മനുഷ്യനെ രക്ഷിക്കുവാൻ. യേശു എന്ന നാമത്താൽ സകല നാമങ്ങൾക്കും മേലായ നാമമായി അധികാരവും ശക്തിയുമുള്ളവനായി അവൻ ഈ ഭൂമിയിലേക്ക് വന്നു. എന്നാൽ ഇന്ന് നാം നോക്കുമ്പോഴും ഇന്നും മനുഷ്യൻ പാപത്തിന്റെ കരാളഹസ്തത്തിൽ
കുടുങ്ങിയിരിക്കുകയാണ്. സ്വസ്ഥതയില്ലാതെ, സമാധാനമില്ലാത്ത, സ്വൈര്യതയറ്റ ജീവിതം അവൻ മുൻപോട്ട് നയിക്കുകയാണ്. ഇന്നത്തെ ആധുനിക ലോകത്തെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ സാങ്കേതികമായ മികവ് കൈവരിച്ച മനുഷ്യന് പാപത്തിൽ നിന്നുള്ള വിടുതൽ പ്രാപിപ്പാൻ കഴിഞ്ഞിട്ടില്ല. മനുഷ്യന്റെ തത്വചിന്തകളോ തത്വസംഹിതകളോ ഒന്നും മനുഷ്യനെ പാപത്തിൽ നിന്ന് മുക്തി നേടുവാൻ തക്കവണ്ണം സഹായിക്കുന്നതല്ല. ദൈവത്തിന് സ്തോത്രം. മനുഷ്യൻ എത്രമാത്രം പരിഷ്കാരം ഉള്ളവനായി തീർന്നാലും, എത്രമാത്രം അവൻ ജ്ഞാനസമ്പൂർണനായി തീർന്നാലും അവന്റെ ഹീനകൃത്യങ്ങളും പാപകൃത്യങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ആധുനിക ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്നുള്ളത് ധാർമ്മിക മൂല്യങ്ങൾ നശിച്ചുകൊണ്ടുള്ള മനുഷ്യന്റെ ജീവിതമാണ്. അത് മനുഷ്യനെ സമൂഹത്തിൽ ഏറ്റവും അറയ്ക്കപ്പെടുന്ന ജീവിതത്തിന് ഉടമയാക്കി തീർക്കുകയാണ്. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗങ്ങൾ അനിയന്ത്രണമായി മനുഷ്യനിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഇടയ്ക്ക് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ നടന്ന ഒരു കൊലപാതകത്തെക്കുറിച്ച് നമ്മളൊക്കെയും പത്രത്തിൽ കൂടെ വായിച്ചല്ലോ. വിദ്യാഭ്യാസമില്ലാത്തൊരു മനുഷ്യനല്ല, ഒരു സ്കൂൾ അധ്യാപകന മദ്യത്തിന്റെ ലഹരിയിൽ സുബോധം നഷ്ടപ്പെട്ട് ഒരു യുവ ഡോക്ടറിനെ കുത്തി കൊലപ്പെടുത്തി. വളരെ പ്രതീക്ഷയോടും വളരെ സ്വപ്നങ്ങളോടും കൂടെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ച ആ പെൺകുട്ടി ആ ക്രൂര മനുഷ്യന്റെ കത്തിക്കിരയായി തീർന്നു. എന്നാൽ കുറ്റവിചാരണ സമയത്ത് ആ അധ്യാപകനോട് ചോദിച്ചു, നിങ്ങളിത് ചെയ്യുവാനുള്ള കാരണം എന്താണ്? അദ്ദേഹം പറഞ്ഞു, മദ്യത്തിന്റെ ലഹരിയിൽ ഞാൻ ചെയ്തുപോയി, ഞാൻ ചെയ്തത് എന്തെന്ന് അറിഞ്ഞില്ല. അതെ, ഇന്ന് പാപം മനുഷ്യനെ അന്ധനാക്കിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ആവശ്യമായിരിക്കുന്ന എന്താണ്? പാപിയായിരിക്കുന്ന മനുഷ്യന് പാപമോചനം ലഭിപ്പാൻ ഒന്നാമതായി മാനസാന്തരത്തിന്റെ അനുഭവമാണ് മനുഷ്യൻ ആവശ്യമായിരിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 24-ാം അധ്യായത്തിന്റെ 47-ാം വാക്യത്തിൽ അവിടെയും പറയുകയാണ്, യേശുവിന്റെ നാമത്താലുള്ള മാനസാന്തരവും പാപമോചനവും യെരൂശലേം തുടങ്ങി ജാതികളുടെ മധ്യത്തിൽ വരെയും പ്രഘോഷിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അത് യേശു രക്ഷ നൽകുന്നു. രക്ഷയ്ക്കായി അവൻ മാനസാന്തരവും പാപമോചനവും നൽകുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തി 3:19 വാക്യത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലൻ അവിടെ പറയുക, നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന്, വായിക്കാമോ? ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവീൻ. ദൈവത്തിന് സ്തോത്രം. മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവീൻ. അപ്പോൾ മാനസാന്തരം എന്ന് പറഞ്ഞാൽ ഒരർത്ഥത്തിൽ തിരിയുകയാ, ദൈവത്തിങ്കിലേക്ക് തിരിയുകയാ, സത്യത്തിലേക്ക് തിരിയുകയാ, നീതിയുടെ പാതയിലേക്ക് തിരിയുകയാ. ദൈവത്തിനും സത്യത്തിനും നീതിക്കും പുറം തിരിഞ്ഞു നിൽക്കുന്ന മനുഷ്യൻ മാനസാന്തരത്താൽ അവൻ തിരിഞ്ഞ് അഭിമുഖമായി ദൈവത്തിന് മുൻപിൽ നിൽക്കുക. ബൈബിൾ പറയുക, മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവീൻ. ദൈവത്തിന് സ്തോത്രം. എന്നാല് ഇന്ന് മനുഷ്യനത് കഴിയുന്നില്ല. മനുഷ്യൻ തന്റെ പാപപ്രവൃത്തിയിൽ മുൻപോട്ട് പോവുകയാണ്. മാനസാന്തരം എന്ന് പറയുമ്പോൾ അതിന് വ്യത്യസ്തമായ അനുഭവങ്ങളാണ്. മാനസാന്തരപ്പെടുന്ന ഒരു വ്യക്തിക്ക് ഒന്നാമതായി പാപബോധമുണ്ടാകും. പാപബോധമുണ്ടാകുന്ന വ്യക്തി പശ്ചാത്തപിക്കും. പശ്ചാത്താപമുള്ളവൻ അത് ദൈവം മുൻപാകെ ഏറ്റുപറയും. മനുഷ്യരുടെ മുൻപിൽ ഏറ്റുപറഞ്ഞിട്ട് കാര്യമില്ല, കുമ്പസാര കൂട്ടിൽ പോയി ഏറ്റുപറഞ്ഞിട്ടും കാര്യമില്ല. അങ്ങനെ ഏറ്റുപറഞ്ഞവരൊക്കെയും അതിന്റെ തിക്ത അനുഭവങ്ങൾ അനുഭവിച്ചതും നമ്മൾ വാർത്താ മാധ്യമങ്ങളിൽ കൂടെ കിടന്നാൽ നാം ഏറ്റുപറയേണ്ടത് യേശുവിനോടാണ്. അവനാണ് മനുഷ്യർക്കും ദൈവത്തിനും തമ്മിലുള്ള ഏക മധ്യസ്ഥൻ. തുടർന്ന് നമുക്ക് കാണുവാൻ സാധിക്കുകയാണ്, ഏറ്റുപറയുന്ന ഒരു വ്യക്തി നിരപ്പ് പ്രാപിക്കുകയാ. മടക്കി കൊടുക്കുവാനുള്ളത് മടക്കി കൊടുക്കേണ്ടതും ആവശ്യമായിരിക്കുകയാ. ദൈവത്തിന് സ്തോത്രം. സ്നാപക യോഹന്നാന്റെ ശുശ്രൂഷ വേളകളിൽ സ്നാനപ്പെടുവാൻ അനേകർ വന്നു. എന്നാൽ ചിലരൊന്നും മാനസാന്തരത്തിന്റെ അനുഭവമില്ലാതെയാണ് വന്നത്. എന്നാൽ യോഹന്നാൻ അവരെ ശാസിച്ചുകൊണ്ട് ഇപ്രകാരം പറയുകയാണ്, സർപ്പസന്തതികളെ, വരുവാനുള്ള ന്യായവിധിയെ വിട്ട് ഓടുവാൻ നിങ്ങളെ ഉപദേശിച്ചു തന്നത് ആര്? മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ. പലരും വന്ന് സ്നാനപ്പെട്ട് യോർദാന്റെ നദിയിൽ നിന്ന് കയറിപ്പോകുന്നത് കണ്ടു. ഇങ്ങനെ മുങ്ങിപ്പൊങ്ങിയാൽ പാപമോചനം കിട്ടുമെന്നുള്ള ദുഷ്ടലാക്കോടുകൂടെ, സൂത്രവിദ്യയോടുകൂടെ വേണ്ടുന്ന വണ്ണമുള്ള മാനസാന്തരത്തിന്റെ അനുഭവമില്ലാതെ വന്നവരെ യോഹന്നാൻ വിളിക്കുകയാണ്, ഉപായികളെ, സർപ്പസന്തതികളെ. ഇങ്ങനെ ഫലമില്ലാതെ, മാനസാന്തരത്തിന്റെ ഫലമില്ലാതെ സ്നാനം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മുടെ സ്നാനം ഏതു വിധത്തിലായിരുന്നു എന്ന് ചിന്തിച്ചാൽ നന്നായിരിക്കും. ദൈവത്തിന് സ്തോത്രം. വാസ്തവമായ മാനസാന്തരത്തിലാണോ? അല്ല, സ്നാനപ്പെട്ടതിന് അനന്തരമായി മാനസാന്തരത്തിന്റെ അനുഭവം ജീവിതത്തിൽ സൂക്ഷിപ്പാൻ കഴിയുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. യേശുവിന്റെ നാമം മനുഷ്യ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതാണ്. യേശു അക്ഷരീയമായി ഈ ഭൂമിയിൽ തന്റെ ഐഹിക ശുശ്രൂഷ ചെയ്ത വേളയിൽ പലരെയും യേശു അത്ഭുതകരമായി സൗഖ്യമാക്കി, വിടുവിച്ചു, മരിച്ചവരെ ഉയർപ്പിച്ചു. എന്നാൽ അതിലൊക്കെയും വ്യത്യസ്തമായി നമുക്ക് കാണാൻ സാധിക്കുന്നു, യേശുവിന്റെ സാമീപ്യവും യേശുവിന്റെ വാക്കുകളും പലരെ രൂപാന്തരപ്പെടുത്തി. അതിൽ പ്രമുഖനായ ഒരു വ്യക്തിയാണ് സക്കായി.
അവൻ ചുങ്കക്കാരിൽ പ്രമുഖന. ആ കാലഘട്ടത്തിലെ ജനത വെറുത്തിരുന്ന രണ്ട് വിഭാഗമാണ്, ഒന്ന് ചുങ്കക്കാരും രണ്ട് വേശ്യമാരും. എന്നാൽ യേശു യെരിഹോവിൽ കൂടെ നടന്ന് ജനസഹസ്രങ്ങളുടെ മധ്യത്തിൽ കൂടെ തെരുവോരത്തിൽ കൂടെ നടന്നു വരുമ്പോൾ ഈ സമ്പന്നനായ സക്കായിയുടെ ഉള്ളിൽ ഒരു ആഗ്രഹം, എനിക്ക് യേശുവിനെ ഒന്ന് കാണണം, എനിക്ക് യേശുവിനെ ഒന്ന് കാണണം. തൻ്റെ ഉള്ളിലെ പരമാർത്ഥമായ ആഗ്രഹം. എന്നാൽ ആളിൽ കുറിയവനായതുകൊണ്ട് യേശുവിൻ്റെ ചുറ്റും തടിച്ചുകൂടിയെന്ന ഈ ജനം കൊണ്ട് യേശുവിനെ കാണുവാൻ സക്കായിക്ക് കഴിഞ്ഞില്ല. സക്കായി ചുറ്റും നോക്കി, അടുത്തൊരു കാട്ടത്തിമരം കണ്ടു, ചാടി അതിൻ്റെ മുകളിൽ കയറി സ്വസ്ഥമായ ഒരു കൊമ്പിലിരുന്ന് യേശു വരുന്നത് കാണുവാൻ ആഗ്രഹിച്ചവിടെ ഇരുന്നു. എന്നാൽ യേശു നടന്നു നീങ്ങി സക്കായിയുടെ അടുക്കൽ വന്നപ്പോൾ പറഞ്ഞു, സക്കായിയുടെ അടുക്കലേക്ക് നോക്കിയിട്ട് ഇപ്രകാരം യേശു പറഞ്ഞു, സക്കായിയെ വേഗത്തിൽ ഇറങ്ങി വാ. ഇംഗ്ലീഷിൽ പറയുന്നത് വളരെ രസകരമായ രീതിയാ, സാക്കിയസ് മേക്ക് ഹേസ്റ്റ് ആൻഡ് കം ഡൗൺ. നീ എത്രയും വേഗത്തിൽ ഇറങ്ങി വാ, ഇന്ന് ഞാൻ നിന്നോടുകൂടെ അത്താഴം കഴിക്കേണ്ടതാകുന്നു. ദൈവത്തിന് സ്തോത്രം. ഇറങ്ങിയതാണോ, പിടിച്ച കൈയുടെ കൈ വിട്ടതാണോ എന്നറിയത്തില്ല. യേശു പറഞ്ഞതിലും വേഗത്തിൽ സക്കായി താഴെ വന്നു. ദൈവത്തിന് സ്തോത്രം. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, സന്തോഷത്തോടെ യേശുവിനെ കൈക്കൊണ്ടു. എന്നാൽ കൂടിയ ജനത്തിന്റെ മധ്യത്തിൽ ഒരു സംസാരത്തിനും ആശയക്കുഴപ്പത്തിനും കാരണമായി തീർന്നു. യേശു എന്തിനാണ് ഈ മനുഷ്യനോടുകൂടെ അത്താഴം ഉണ്ണാൻ പോകുന്നത്? ദൈവത്തിന് സ്തോത്രം. ഇവനിങ്ങനെ ചുങ്കം പിരിക്കുന്നവനല്ലേ? ഈ പിറുപിറുപ്പ് കേട്ട മാത്രയിൽ തന്നെ സക്കായി ഒരു പ്രഖ്യാപനം നടത്തുക. എന്താണെന്നറിയാമോ? അവൻ വിളിക്കുകയാണ്, കർത്താവേ. യേശുവിനെ അവൻ കർത്താവായി ഹൃദയം കൊണ്ട് സ്വീകരിച്ചു. കർത്താവായി കർത്തൃത്വം നടത്തുവാൻ അവന്റെ ഹൃദയം തുറന്നു കൊടുത്തു. അവൻ ഇപ്രകാരം പറയുകയാണ്, കർത്താവേ, എന്റെ സ്വത്തിന്റെ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുത്തേക്കാം. ചുറ്റും കൂടി പിറുപിറുത്തവരുടെ എല്ലാം വായടഞ്ഞു. വീണ്ടും പറയുക, അന്യായമായി ഞാൻ എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങായി ഞാൻ കൊടുത്തോളാം. അതാണ് യഥാർത്ഥമായ രക്ഷയുടെ പ്രവൃത്തി, മാനസാന്തരത്തിന്റെ പ്രവൃത്തി. ഇന്ന് ഈ രാത്രികാലം എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ സുഹൃത്തെ, ഒരുപക്ഷെ യേശുവിനെ കാണുവാനുള്ളതിന്റെ പരിശ്രമം കഴിഞ്ഞ കാലങ്ങളിൽ ഫലം കണ്ടെത്തിയില്ലെങ്കിൽ ഇന്ന് രാത്രികാലം യേശു നിന്നെ വിളിക്കുകയാ. നീ ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് ഇറങ്ങി വരുവാൻ പറയുകയാ. ഒരുപക്ഷെ മതിലിന്റെ മുകളിലായിരിക്കാം, അല്ലെങ്കിൽ വിദൂരത്തിലിരുന്ന് കേൾക്കുകയായിരിക്കാം. യേശു നിന്നെ വിളിക്കുകയാ. മനുഷ്യ ശബ്ദമായി നീ ഇതിനെ കാണണ്ട. യേശു നിന്നെ വിളിക്കുക, ഇറങ്ങി വരിക. ഇന്ന് ഞാൻ നിന്നോടുകൂടെ അത്താഴം കഴിക്കേണ്ടതാകുന്നു. ദൈവത്തിന് സ്തോത്രം. അതേ, സന്തോഷത്തോടുകൂടെ സക്കായി യേശുവിനെ സ്വീകരിച്ചു. മാനസാന്തരത്തിന്റെ ഫലം അവിടെ ഉണ്ടാകുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതേ, വാസ്തവമായി ഒരു വ്യക്തി യേശുവിൽ വിശ്വസിച്ച് യേശുവിനെ കർത്താവായി അവന്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ, യേശു ഹൃദയത്തിന്റെ കർത്തൃത്വം ഏറ്റെടുക്കുമ്പോൾ, ആ ഹൃദയത്തിന്റെ സമാധാനവും സ്വസ്ഥതയും നഷ്ടപ്പെടുന്ന എല്ലാ ശക്തികളും അവിടുന്ന് പുറത്താക്കപ്പെടുകയാണ്. സക്കായി വളരെ സന്തോഷത്തോടുകൂടെ യേശുമായി ഭവനത്തിലേക്ക് പോവുകയാണ്. ഇതാണ് രക്ഷയാൽ യേശു ഹൃദയത്തിലേക്ക് വരുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ പ്രകാരം കാണുവാൻ കഴിയുന്നു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുകയാ. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് തുറക്കുന്നുവെങ്കിൽ ഇന്ന് ഞാൻ അവനോടുകൂടെ അത്താഴം കഴിക്കും. സക്കായിക്ക് യേശുവിന്റെ വിളി കേട്ട് ഹൃദയം തുറക്കുവാൻ കഴിഞ്ഞു. ഇന്ന് സന്ധ്യാസമയത്ത് പ്രിയ സ്നേഹിത, യേശുവിന്റെ വിളി കേട്ട് നിനക്ക് ഹൃദയം തുറക്കുവാൻ കഴിയുമോ? യേശുവിനെ നിന്റെ ഹൃദയത്തിലേക്ക് സ്വീകരിപ്പാൻ കഴിയുമോ? എന്നാൽ ഇന്ന് അവൻ നിന്നോടുകൂടെ അത്താഴം കഴിപ്പാൻ ആഗ്രഹിക്കുകയാ. സക്കായി ഇത് പ്രതീക്ഷിച്ചില്ല. സക്കായി ഒന്ന് യേശുവിനെ കാണണമെന്ന് മാത്രമേ ആഗ്രഹിച്ചു. അവന്റെ ജോലിയോടുള്ള ബന്ധത്തിൽ ഈ വിധത്തിലുള്ള ദുഷ്പ്രവൃത്തി ചെയ്തതുകൊണ്ട് ഒരു ഹൃദയത്തിന്റെ ഒരു ഭാഗത്ത് അവൻ ദുഃഖിതനായിരുന്നു, അവൻ അസ്വസ്ഥനായിരുന്നു, അവന്റെ കുടുംബത്തിൽ സമാധാനമില്ലായിരുന്നു, അവൻ വ്യാമോഹിച്ച സന്തോഷം അവന്റെ ജീവിതത്തിൽ നിന്ന് അന്യമായിരുന്നു. എന്നാൽ യേശു ഒരു നിമിഷം കൊണ്ട് സകലവും കൊടുത്തു. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നിന്റെ ഭവനത്തിൽ സമാധാനമുണ്ടോ, സ്വസ്ഥതയുണ്ടോ, അതോ ഇരുട്ടു നിറഞ്ഞ ഒരു അനുഭവത്തിലാണോ നിന്റെ കുടുംബജീവിതം മുൻപോട്ട് പോകുന്നത്? കുടുംബ ബന്ധങ്ങളിൽ സമാധാനമുണ്ടോ, സന്തോഷമുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് രാത്രികാലം യേശുവിന്റെ ശബ്ദത്തിന് നീ കാതുകൊടുത്താട്ടെ. യേശുവിനെ നിന്റെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചാട്ടെ. കർത്താവെന്ന് വാഗൊണ്ട് ഏറ്റുപറഞ്ഞാട്ടെ. യേശു പറയുകയാണ്, ഇവൻ അബ്രഹാമിന്റെ പുത്രനായതുകൊണ്ട് ഇന്ന് ഈ ഭവനത്തിന് രക്ഷ വന്നിരിക്കുകയാണ്. അത് ഒരു വ്യക്തി യേശുവിനെ വിശ്വസിച്ച് രക്ഷകനായി സ്വീകരിക്കുമ്പോൾ അവന് മാത്രമല്ല, പരമാർത്ഥമായ അവന്റെ തീരുമാനം കൊണ്ട് അവന്റെ മുഴുവൻ കുടുംബവും രക്ഷ പ്രാപിക്കുകയാണ്.
ഒരിക്കൽ അപ്പോസ്തലന്മാർ കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ അവർ മോചിതരായി ചങ്ങലയെല്ലാം സ്വതന്ത്രമായി അവർ പോകുമെന്നുള്ളൊരു സന്ദർഭത്തിൽ കാരാഗ്രഹ പ്രമാണി ഭയന്നുപോയി. തന്റെ വിചാരണയിലുള്ള തടവുകാർ മോചിതരായി പോകുന്നു, വലിയൊരു ശിക്ഷാവിധി തന്റെ മേൽ വരുമെന്ന് താൻ ഓർത്ത് ഭയപ്പെട്ടു. ഈ പ്രവൃത്തിയും ദൈവത്തിന്റെ അത്ഭുതമൊക്കെ കണ്ടപ്പോൾ അത് സാമാന്യമായ പ്രവൃത്തിയല്ല, ദൈവം ഇവരോടുകൂടെയുണ്ടോ, ദൈവത്തെ സേവിക്കുന്നവരാണെന്ന് തിരിച്ചറിഞ്ഞ് ആ ദുഃഖിത മാനസത്തോടുകൂടെ പ്രമാണി ചോദിച്ചു, സഹോദരന്മാരെ, രക്ഷിക്കപ്പെടുവാൻ ഞാൻ എന്ത് ചെയ്യണം? അവിടെ അപ്പോസ്തലൻ പറയുകയാണ്, അപ്പോസ്തല പ്രവൃത്തി 16:31 വരുമ്പോൾ, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അതെ, അതാണ് ഏറ്റവും സന്തോഷകരമായ ഒരു അവസ്ഥ. ദൈവത്തിന് സ്തോത്രം. യേശുവിനെ സുരക്ഷിതാവായി സ്വീകരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതം സന്തോഷകരമായി തീരുകയാണ്. ഞാനിപ്പോഴും ഓർക്കുകയാണ് എൻ്റെ ഹൃദയം ഞാൻ യേശുവിന് കൊടുത്ത നാൾ. 2002 സെപ്റ്റംബർ മാസം തിരുവല്ല സെൻട്രൽ ഫെയ്ത്തോവിൽ നടന്ന യുവജന ക്യാമ്പിന് ഞാനും പോയി. ബാല്യം മുതൽ കേട്ട വചനങ്ങളാണെങ്കിലും അന്ന് ആ വചനങ്ങളൊക്കെ എന്നിൽ ആഴമേറിയ പ്രതിഫലനം സൃഷ്ടിച്ചു. അന്ന് രാത്രി ഞാൻ തീരുമാനിച്ചു, ഞാൻ യേശുവിനായി ജീവിക്കുവാൻ പോകുകയാണ്. പല വചനങ്ങൾ എന്നെ സ്വാധീനിച്ചു. എന്നാൽ ഇന്ന് തന്നെ ആയിരിക്കട്ടെ എൻ്റെ രക്ഷയുടെ ദിവസമെന്ന് എനിക്ക് തീരുമാനിപ്പാൻ ഇടയായത് അവിടെ പറഞ്ഞൊരു കാര്യമാണ്, മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ഓർത്ത് സ്വർഗം സന്തോഷിക്കും. അങ്ങനെയെങ്കിൽ ഞാൻ ഓർത്ത് ഇന്ന് തന്നെ ആകട്ടെ, എന്നെ നിമിത്തം ദൂതന്മാർ സന്തോഷിക്കുമോ, സ്വർഗം സന്തോഷിക്കുമോ? അങ്ങനെയെങ്കിൽ മറ്റൊരു ദിവസമല്ല, ഇന്ന് തന്നെ സ്വർഗം എന്നെ ഓർത്ത് സന്തോഷിക്കട്ടെ. പ്രിയ സുഹൃത്തെ, നല്ല കാര്യങ്ങൾ നാളത്തേക്ക് മാറ്റിവെച്ചാൽ നാളെ എന്ന ദിവസം നിനക്കുള്ളതല്ല. എത്രയോ പേർ ഈ ലോകത്തിൽ പല കാര്യങ്ങളും നല്ല പ്രവൃത്തികളും നാളേക്ക് എന്ന് നീട്ടിവെച്ച് ഒരിക്കലും അവരുടെ ജീവിതത്തിൽ അത് നിറവേറ്റപ്പെട്ടില്ല. എന്നതുപോലെ രക്ഷയുടെ സുദിനം ഇന്നാണ്. ഇതാണ് സുപ്രസാദകാലം, ഇതാണ് രക്ഷാദിവസം. ഇന്ന് രാത്രികാലം തന്നെ നീ ഹൃദയത്തിൽ യേശുവിനെ ഏറ്റെടുത്താട്ടെ. ദൈവത്തിന് സ്തോത്രം. അതെ, യേശു സന്ദർശിച്ച ദിവസം, യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച ദിവസം, അതാണ് ഏറ്റവും സന്തോഷകരമായ ദിവസം. ദൈവത്തിന് സ്തോത്രം. ഒരു പഴയ ഇംഗ്ലീഷ് പാട്ട് പാടുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ടാണ്. അതിന്റെ പ്രാരംഭ വരികൾ മാത്രം ഒന്ന് പാടാം. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് ജീവിതത്തെ അത്ഭുതകരമായ വ്യതിയാനവും രൂപാന്തരവും വന്ന അത്ഭുതത്തിന്റെ നാളിനെ വർണ്ണിക്കുന്ന ആ പാട്ട്. Oh, what a wonderful, wonderful day, day I will never forget. After I wander in darkness away, Jesus my Savior I met. Oh, what a tender, compassionate friend, He met the needs of my heart. Shadows dispelling with joy I am telling, He made all my darkness depart. Heaven came down and glory filled my soul. When at the cross my Savior made me whole, my sins were washed away, and my life was turned to day. Heaven came down and glory filled my soul. Hallelujah. അതെ, അതൊരു അത്ഭുതകരമായ ദിവസമാണ്. എന്റെ രക്ഷകൻ എന്നെ തേടി വന്ന ദിവസം, ഞാൻ എന്റെ യേശുവിനെ കർത്താവായ എന്റെ ഹൃദയത്തിൽ സ്വീകരിച്ച ദിവസം, എന്റെ ഇരുട്ടിന്റെ ഹൃദയത്തിൽ നിന്ന് നീങ്ങി അത്ഭുത തേജസ്സിന്റെ ജീവിതത്തിൽ പ്രകാശിച്ചു. ആ അനുഭവം സ്വന്തമാക്കിയവർ വീണ്ടും ദൈവനാമ മഹത്വത്തിനായി വലങ്കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ വിളിച്ചാട്ടെ. അതേ, യേശുവിന്റെ സാമീപ്യം മനുഷ്യരെ രൂപാന്തരപ്പെടുത്തുന്നതായിരുന്നു. ഒരിക്കൽ ഒരു നല്ല പകൽ സമയത്ത് യേശുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ ആ പകൽക്കാലത്തെ പ്രയത്നത്തിന് അനന്തരമായി ഒരു നല്ല ഉച്ച സമയത്തൊരു കിണറിനരികിലേക്ക് യേശു വന്നു. വളരെ ദാഹത്തോടുകൂടെയാണ്, അല്പം വെള്ളം കുടിക്കാമെന്നുള്ള ഉദ്ദേശത്തോടുകൂടെ. എന്നാൽ കോരുവാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ല. യേശു വെയിറ്റ് ചെയ്തപ്പോൾ ഒരു സ്ത്രീ മെല്ലെ അങ്ങോട്ട് നടന്നു വരികയാണ്. അവിടെ കയ്യിൽ കോരുവാനുള്ള തൊട്ടിയുണ്ട്. വളരെ പ്രതീക്ഷയോടെ യേശു അവളോട് വെള്ളം ചോദിച്ചു. ശമരിയക്കാരിയെ അവൾ ആശ്ചര്യത്തോടുകൂടി യേശുവിനോട് ചോദിച്ചു, നീ ഒരു യഹൂദനായിരിക്കെ ശമരിയക്കാരിയായി എന്നോട് നീ കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെ? യഹൂദന്മാരുടെ ദൃഷ്ടിയിൽ ശമരിയയിൽ പാർക്കുന്നവർ ഹീനരായ ഒരു കാഴ്ചപ്പാടിലാണ് അവർ വീക്ഷിക്കുന്നത്. എന്നാൽ ആശ്ചര്യത്തോടുകൂടെ അവൾ ചോദിക്കുക, നീ എന്നോട് വെള്ളം ചോദിക്കുന്നത് എങ്ങനെ? യേശു പറയുകയാണ്, നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് വെള്ളം ചോദിക്കുന്നത് ആര് എന്നറിഞ്ഞിരുന്നുവെങ്കിൽ അവൻ നിനക്ക് ജീവജലത്തിന്റെ ഉറവയിൽ നിന്ന് സൗജന്യമായി കുടിപ്പാൻ തരുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ 2 തരത്തിലുള്ള ദാഹത്തെക്കുറിച്ച് കാണുകയാണ്. ഒന്ന്,
യേശുവിന്റെ ദാഹം, 2 ശമരിയ സ്ത്രീയുടെ ദാഹം. യേശുവിന്റെ ദാഹം എന്ന് പറഞ്ഞാൽ പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാനുള്ള ദാഹമാ, മാനവജാതിയെ വീണ്ടെടുക്കുവാനുള്ള ദാഹമാ, വിശുദ്ധിക്കായുള്ള ദാഹമാ. എന്നാൽ ശമരിയ സ്ത്രീയുടെ ദാഹമോ അക്ഷരീയമായ ജഡത്തിന്റെ ദാഹമാ. പാപപ്രവൃത്തികൾ ചെയ്ത് ജീവിച്ച് അഴുക്കുചാലുകളിൽ കൂടെ അവിടെ ജീവിതം ദുർഗന്ധം വമിക്കുന്ന വിധത്തിൽ മുൻപോട്ട് നയിച്ചവളാ. അവിടെ ദാഹം ഒരിക്കലും ശമിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ യേശു പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്നവനൊക്കെയും പിന്നെയും ദാഹിക്കും. ജഡത്തിന്റെ ഇച്ഛ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും അതിൽ നിന്നുള്ള വിടുതലില്ല. എന്നാൽ ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവളോ ഒരു നാളും ദാഹിക്കുകയില്ല. ഇതിന്റെ അർത്ഥം, ഞാൻ തരുന്ന വെള്ളം അല്ലെങ്കിൽ ജീവജലത്തിന്റെ ഉറവയിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയുമ്പോൾ നിന്റെ ജഡത്തിന്റെ പ്രവൃത്തി ചെയ്യാനുള്ള ദാഹം മരിപ്പിക്കപ്പെടുകയാണ്. അതാണ് തിരുവചനം പറയുക, ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തിയെ മരിപ്പിച്ചുകൊണ്ടേ ജീവിപ്പാൻ സാധിക്കൂ. യേശുവിന്റെ ചുരുങ്ങിയ സമയം അവളെ രൂപാന്തരപ്പെടുത്തി. ദൈവത്തിന് സ്തോത്രം. അവളുടെ ജീവിതത്തിൽ അത്ഭുതപരമായ ഒരു രൂപാന്തരം ഉണ്ടായി. വലിയ കാര്യങ്ങളൊന്നും യേശു പറഞ്ഞില്ല, എന്നാൽ മർമ്മപ്രധാനമായ ചില കാര്യങ്ങൾ പറഞ്ഞു. ദൈവത്തിന്റെ ദാനത്തെക്കുറിച്ച്, അവളോട് വെള്ളം ചോദിച്ചത് ആരെന്നും അവന് കൊടുക്കുവാൻ കഴിയുന്ന ജീവജലത്തിന്റെ ഉറവയുടെ ആ ജലത്തെക്കുറിച്ചൊക്കെ യേശു സംസാരിച്ചപ്പോൾ അത്ഭുതവഹമാകുന്ന ഒരു രൂപാന്തരമാണ് അവിടെ ജീവിതത്തിൽ ഉണ്ടായത്. യേശു പോലും പ്രതീക്ഷിക്കാത്തൊരു ചോദ്യം അവിടെ ഭാഗത്തുനിന്നുണ്ടാകുകയാണ്, കർത്താവേ, ഞാൻ ഇനിയും ആരാധിപ്പാൻ എവിടെ പോകണം? ദൈവത്തിന് സ്തോത്രം. പാപത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട, പാപത്തിൽ നിന്ന് പൂർണ്ണമായി മുക്തി നേടിയ രക്ഷകനെ യഥാർത്ഥമായി കണ്ടെത്തൊരു വ്യക്തി സത്യ ആരാധനയ്ക്ക് അവന്റെ ആത്മാവിന്റെ ഹേമം അവൻ തിരിച്ചറിയും. ദൈവത്തിന് സ്തോത്രം. ഇവിടെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചില്ല, എന്നാൽ കൂടെ യേശുവിന്റെ നാമത്തിൽ നൽകപ്പെടുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച് അറിഞ്ഞ മാത്രയിൽ തന്നെ യോഹന്നാന്റെ സുവിശേഷം 14:26 ഒന്ന് വായിച്ചാൽ, എങ്കിലും പിതാവ് എന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു ദൈവത്തിന് സ്തോത്രം. ഈ പരിശുദ്ധാത്മാവും യേശുവിന്റെ നാമത്തിൽ അയക്കപ്പെടുന്നത് മാനവജാതിയുടെ ഉദ്ധാരണത്തിനായി ആത്മീയമായ ചുവടുവെപ്പുകളെല്ലാം യേശു എന്ന നാമത്തിൽ അടിസ്ഥാനപ്പെട്ടാണ്. പരിശുദ്ധാത്മാവും യേശുവിൽ കൂടെ മാത്രമാ. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ, സ്നേഹിത, നീ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? ഇന്ന് പലരും എവിടെങ്കിലുമൊക്കെ പോയി രഹസ്യമായി സ്നാനപ്പെട്ട് സ്വർഗത്തിലേക്കുള്ള പ്രവേശനം സൗജന്യമായി ലഭിച്ചെന്നുള്ള വ്യാമോഹത്തോടു കൂടി ഇരിക്കുകയാ. വാസ്തവമായി പാപക്കറകൾ നിന്റെ ജീവിതത്തിൽ നിന്ന് കഴുകപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിന്റെ അന്തരാത്മാവ് സൃഷ്ടാവായ ദൈവത്തെ ആരാധിപ്പാൻ വെമ്പൽ കൊള്ളും. പാരമ്പര്യത്തിന്റെ മതിൽക്കെട്ടുകൾ നിനക്കൊരിക്കലും തടസ്സമാകുകയില്ല. പാരമ്പര്യത്തിന്റെ ശക്തി നിന്നെ പിന്തുടരുന്നതിന് ഒരിക്കലും നിന്നെ പിൻപോട്ട് വലിക്കുവാൻ സാധിക്കത്തില്ല. യഥാർത്ഥമായ രക്ഷ നീ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, വാസ്തവമായി നീ യേശുവിനെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ, സൃഷ്ടാവും സർവശക്തനുമായ യേശുവിന്റെ സാമീപ്യം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, രക്ഷയുടെ അനുഭവമായവനെ നിന്റെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, ആരാധിപ്പാനായി നിന്റെ ഹൃദയം വെമ്പൽ കൊള്ളും. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ, വാസ്തവമായി നീ സത്യ ആരാധന അനുഭവത്തിലേക്ക് വന്നിട്ടുണ്ടോ? നീ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചെന്ന് പറയുന്നു, എന്നാൽ യഥാർത്ഥമായ സത്യ ആരാധന നിനക്കുണ്ടോ? യേശു ആ സ്ത്രീയോട് പറയുകയാണ്, പ്രത്യേക സ്ഥലമൊന്നുമില്ല അതിന്, ആ മലയിലുമല്ല യെരുശലേമിലുമല്ല. സ്ത്രീയെ, സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന നാഴിക വന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. ദൈവം ആത്മാവാകുന്നു, അവനെ ആരാധിക്കുന്നവൻ ഇവണ്ണം ആരാധിക്കണമെന്ന് ദൈവം പ്രതീക്ഷിക്കുകയാണ്. സർവശക്തനായ ദൈവത്തിന് തന്നെ ആരാധിക്കുന്നതിനെ കുറിച്ച് ഒരു പ്രതീക്ഷയുണ്ട്, ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. അത് അക്ഷരീയമായ വിധത്തിലല്ല, ആത്മാവിലുള്ള ആരാധനയാണ് ദൈവം പ്രതീക്ഷിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. സങ്കീർത്തനക്കാരൻ പറയുന്നു, വരുവിൻ, നമുക്ക് വണങ്ങി നമസ്കരിക്കാം, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുൻപിൽ മുട്ടുകുത്തുക. അതേ, സൃഷ്ടാവിനെയാണ് ആരാധിക്കേണ്ടത്, മനുഷ്യനെയല്ല, സൃഷ്ടിജാലങ്ങളെയല്ല. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ, നിന്റെ ആരാധനയുടെ വിഷയം എന്താണ്? ഈ പ്രപഞ്ചത്തിലുള്ള ഏതെങ്കിലും വസ്തുവാണോ? മിന്നിപ്രകാശിക്കുന്ന ജ്യോതിർഗോളങ്ങളാണോ? പ്രപഞ്ച ശക്തികളാണോ? മൃഗങ്ങളാണോ? നാൽക്കാലികളാണോ? മനുഷ്യരൂപമാണോ? ഒരിക്കലും അരുതേ. സൃഷ്ടാവിന് ഇങ്ങനെയുള്ള രൂപസാദൃശ്യം നൽകരുത്. അവൻ സർവശക്തനാണ്, തേജസ്സും മഹത്വവും നിറഞ്ഞവനാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പലർക്കും ഈ ഒരു അനുഭവത്തിലേക്ക് വരുവാനുള്ള താല്പര്യമില്ല. കാരണം എന്താ? സ്നാനപ്പെട്ടിട്ടും കഴിയാത്തതിനുള്ള കാരണം ഈ സാഹചര്യത്തോട് തുലനം ചെയ്ത് നോക്കുമ്പോൾ യഥാർത്ഥമായി പാപത്തിൽ നിന്ന് സ്വതന്ത്രമായിട്ടില്ലെന്ന, കർത്താവിനെ രക്ഷിതാവായി ഹൃദയത്തിൽ പൂർണ്ണമായി സ്വീകരിച്ചിട്ടില്ലെന്ന, വാസ്തവമായി യേശു നിന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ നിന്റെ ആത്മാവ് ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ വെമ്പൽ കൊള്ളും. പ്രതികൂലങ്ങൾ നീ വകവെക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം.
ഒരിക്കൽ ഒരു മാതാവ് വിശ്വാസ ഭവനത്തിൽ സന്ദർശിച്ചെന്നെ. അവരുടെ കൊച്ചുമകൾ സൺഡേ സ്കൂൾ പഠിക്കുന്നു. അല്പസമയ സംഭാഷണത്തിനൊക്കെ ശേഷം അവരോട് ചോദിച്ചു, അമ്മ എന്തുകൊണ്ട് വിശേഷം, ആത്മീയമായി സന്തോഷമായൊക്കെ ഇരിക്കുന്നു? അമ്മ സ്നാനപ്പെട്ടോ? പെട്ടല്ലോ, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അതെവിടെയാ പെട്ടത്? അതൊന്നും എനിക്ക് ഓർമ്മയില്ല ഭാഷ, എൻ്റെ നല്ല ചെറുപ്പത്തിലാ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പലരും സ്നാനപ്പെട്ടിരിക്കുന്നത് അങ്ങനെയാ, വചനത്തിന്റെ അടിസ്ഥാനത്തിലല്ലാത്ത സ്നാനം. മർക്കോസിന്റെ സുവിശേഷം 16:16 പറയുന്നു, വിശ്വസിച്ചുകൊണ്ട് വേണം സ്നാനപ്പെടുവാൻ. ആ മാതാവിനെ ഞാൻ ആ വചനം ഓർമ്മപ്പെടുത്തി. അമ്മയെ വിശ്വസിച്ചാണോ സ്നാനപ്പെട്ടത്? എൻ്റെ പൊന്നു ഭാഷ, അതൊന്നും ഓർക്കാനുള്ള പ്രായം എനിക്കന്നില്ലായിരുന്നു. ഞാൻ പറഞ്ഞ അമ്മയെ, അങ്ങനെയെങ്കിൽ അമ്മയുടെ സ്നാനം കൊണ്ട് ഒരു അർത്ഥവുമില്ല, വചനത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതല്ല. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, നീ സ്നാനപ്പെട്ടിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? ഇല്ലെങ്കിൽ നീ ഏറ്റ സ്നാനമേതാ? വിശ്വാസ സ്നാനമാണോ? തിരിച്ചറിവ് വന്നതിന് ശേഷമാണോ? വകതിരിവോടുകൂടെയാണോ? വാഗൊണ്ട് യേശു കർത്താവെന്ന് ഏറ്റുപറഞ്ഞ് ഹൃദയം കൊണ്ട് വിശ്വസിച്ചിട്ടാണോ? നിന്റെ പാപക്കറകൾ നീങ്ങുമാറ് അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചിട്ടാണോ? ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ പൗലോസ് തന്റെ പ്രവർത്തനവുമായി എഫെസോസ് എന്ന സ്ഥലത്തേക്ക് ചെന്നപ്പോൾ അവിടെ സ്നാനപ്പെട്ടിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്തൊരു കൂട്ടരെ കണ്ടു. പൗലോസ് അവരോട് ചോദിക്കുക, നിങ്ങൾ ഏറ്റ സ്നാനമേത്? അത് പ്രോപ്പറായ വ്യവസ്ഥ പ്രകാരം ഒരു സ്നാനമല്ലാഞ്ഞതുകൊണ്ട് പൗലോസ് അവർക്ക് വീണ്ടും സ്നാനം കൊടുത്തു. യേശുവിന്റെ നാമത്തിൽ, അല്ലെങ്കിൽ യേശു കൽപ്പനയിട്ടതുപോലെ തൃത്വനാമത്തിൽ സ്നാനം കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നിറങ്ങി. ദൈവശക്തിയാൽ അവർ നിറഞ്ഞു. അന്യഭാഷയിൽ അവർ സംസാരിപ്പാനിടയായി തീർന്നു. ഇന്ന് പലരും പല സന്ദർഭങ്ങളിൽ സ്നാനപ്പെട്ടിട്ട് തൃപ്തിയോടിരിക്കുകയാ, സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റ് കിട്ടിയെന്ന്. എന്നാൽ നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. അപ്പോസ്തല പ്രവൃത്തി 19:5 ഇത് കേട്ടാറെ അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു. പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. ദൈവത്തിന് സ്തോത്രം. അവർ അന്യഭാഷയിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. യഥാർത്ഥമായ സ്നാനത്തിന് അനന്തരമായി പരിശുദ്ധാത്മാവ് വന്നിറങ്ങണം. യേശു സ്നാനപ്പെട്ട നിമജ്ജന സ്നാനമാണ്. സ്നാനപ്പെട്ട് വെള്ളത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന മാത്രയിൽ തന്നെ പരിശുദ്ധാത്മാവ് പ്രാവെന്ന വണ്ണം അവന്റെ മേൽ വന്നിറങ്ങി. എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ, ക്രിസ്തീയ പാരമ്പര്യം, സഹസ്രങ്ങളുടെ പാരമ്പര്യം അവകാശപ്പെടുന്ന കൂട്ടായ്മയിലായിരിക്കാം നീ നിൽക്കുന്നത്. എന്നാൽ നീ സ്നാനപ്പെട്ടോ? നീ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? നിന്നോട് ചോദിക്കുന്നവൻ ആരെന്നും ദൈവത്തിന്റെ ദാനം എന്തെന്ന് നീ അറിഞ്ഞിരുന്നുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവജലത്തിന്റെ ഉറവയിൽ നിനക്ക് കുടിപ്പാനും തരുമായിരുന്നു. നിന്റെ ജീവിതത്തിൽ സമാധാനവും സ്വസ്ഥതയും സന്തോഷവും ഒക്കെയും തിരികെ കൊണ്ടുവരുവാൻ കഴിയുന്നത് പരിശുദ്ധാത്മാവിനാൽ മാത്രമാണ്. ഇന്ന് രാത്രികാലം ദൈവമക്കളെ, പ്രിയ സുഹൃത്തുക്കളെ, ദേശനിവാസികളെ, ആ ആത്മീയ കൂട്ടായ്മയുടെ ബന്ധത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ആത്മാവിലും സത്യത്തിലുള്ള ആരാധനയിലേക്ക്. ദൈവത്തിന് സ്തോത്രം. ആത്മാവിലും സത്യത്തിലുള്ള ആരാധനയിലേക്ക്, കൂട്ടായ്മയിലേക്ക് യേശു നിങ്ങളെ വിളിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. യേശുവിനെ കർത്താവായി ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാഗൊണ്ട് ഏറ്റുപറഞ്ഞവർക്ക് യേശുവിന്റെ നാമത്തിലുള്ള അധികാരവും ശക്തിയും യേശു കൊടുക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്തിന്? അത് അവരുടെ ജീവിതത്തിൽ പ്രയോഗിക്കാനും മറ്റുള്ളവരുടെ ഉപകാരത്തിന് വേണ്ടി ആ നാമത്തിൽ പ്രവർത്തിക്കുവാനും. ദൈവത്തിന് സ്തോത്രം. ഒന്നാമതായി നമുക്ക് തിരുവെഴുത്തിൽ കാണുവാൻ കഴിയുന്നു, യേശുവിന്റെ നാമത്താൽ സൗഖ്യമുണ്ട്. യേശു രക്ഷിക്കുന്നു, പാപമോചനം തരുന്നു. ആ സ്നാനം യേശുവിന്റെ നാമത്താലാണ്. പരിശുദ്ധാത്മാവും യേശുവിന്റെ നാമത്താലാണ്. സമാധാനമുള്ളൊരു ജീവിതം മുൻപോട്ട് നയിക്കുമ്പോൾ രോഗത്തിന്റെ ശക്തി നിന്നെ അലട്ടുന്നു. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 4-ാം 30-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലന്മാരുടെ ഹ്രസ്വമായൊരു പ്രാർത്ഥനയാണ്. അവിടെ ഇപ്രകാരം പറയുകയാണ്, സൗഖ്യമാക്കുവാൻ നിന്റെ കരം നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നതിനാലും. ദൈവത്തിന് സ്തോത്രം. വായിച്ചാട്ടെ. സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ട്, അത്ഭുതങ്ങളുണ്ട്, അടയാളങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ അപ്പോസ്തലന്മാർ ദേവാലയത്തിലേക്ക് പ്രാർത്ഥനയ്ക്കായി പോയി. എന്നാൽ അവിടെ ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരു വ്യക്തിയാ. കാലിന് വേണ്ടുന്നവണ്ണം ശരീരത്തെ താങ്ങി നിർത്തുവാനുള്ള കെൽപ്പില്ലാതെ ദേവാലയത്തിൽ സുന്ദരമെന്ന ഗോപുരത്തിങ്കൽ ഭിക്ഷാടനത്തിന് ദിനംപ്രതി വന്നിരിക്കുന്ന ഒരു വ്യക്തി. അവനെ എന്നും പ്രഭാതത്തിൽ അവിടെ കൊണ്ടിരുത്തും.
അവൻ ഭിക്ഷയാചിച്ച് പണം സമ്പാദിക്കും, വീണ്ടും അവർ കൊണ്ടുപോകും എന്നും അങ്ങനെ ആ പതിവ് തുടർന്നു. എന്നാൽ അവൻ ആലയത്തിനുള്ളിലേക്ക് പോയില്ല. ദൈവത്തിന്റെ സാന്നിധ്യമുള്ള, ദൈവത്തിന്റെ നാമം ഉയർത്തപ്പെടുന്ന ആ സന്നിധിയിലേക്ക് അവന് പോകുവാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് ആ സന്ദർഭത്തിൽ അപ്പോസ്തലന്മാർ അതിലേ വന്നത്. വല്ലതും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് അവൻ അവരെ നോക്കി. എന്നാൽ അപ്പോസ്തലൻ തന്നെ ഉറ്റുനോക്കിയിട്ട് ഇപ്രകാരം പറയുകയാണ്, നിനക്ക് ഞങ്ങൾക്ക് തരുവാൻ പൊന്നുമില്ല, വെള്ളിയുമില്ല, ഞങ്ങളുടെ പക്കലുള്ള അധികാരമുള്ള നാമമുണ്ട്. ആ നാമത്തിൽ നിന്നോട് പറയുകയാണ്, യേശുവിന്റെ നാമത്തിൽ നടക്കുക. അപ്പോസ്തല പ്രവൃത്തി 3:6. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസറായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞ്. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുവിന്റെ നാമം രക്ഷിക്കുക മാത്രമല്ല, രോഗങ്ങൾക്ക് അത്ഭുത സൗഖ്യം നൽകുന്നതാണ്. അപ്പോസ്തലന്മാർ പറയുകയാണ്, യേശുവിന്റെ നാമത്തിൽ നടക്കുക. പറഞ്ഞത് ആരോടാ? ജന്മനാൽ നടക്കുവാനുള്ള ശേഷി നഷ്ടപ്പെട്ട ഒരു മുടന്തനോട്. അവിടെ സംഭവിച്ചു നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അവൻ എഴുന്നേൽക്കാൻ നോക്കുകയാ, പറ്റുന്നില്ല. എന്നാൽ ആ നാമത്തിന്റെ ശക്തിയിലുള്ള വിശ്വാസം അവനിൽ വ്യാപരിച്ചുകൊണ്ടിരുന്നു, ശക്തിയായി പ്രവഹിച്ചു. അവന്റെ നാഡീവ്യൂഹങ്ങൾ, അവന്റെ മാംസപേശികളൊക്കെ ബലം പ്രാപിച്ച് അവൻ എഴുന്നേറ്റു. ആ അപ്പോസ്തലൻ കൈകൊടുത്ത് അവനെ എഴുന്നേൽപ്പിച്ചു. ഈ അത്ഭുത പ്രവൃത്തി കണ്ട് ആശ്ചര്യഭരിതരായി തീർന്നു. എന്നാൽ പ്രശ്നം അവിടെ ഒന്നുമല്ല. ഈ സാധുവായ മനുഷ്യന്റെ ജീവിതത്തിൽ അത്ഭുത പ്രവൃത്തി കണ്ടപ്പോൾ പുരോഹിത വൃന്ദം അസ്വസ്ഥരായി തീർന്നു എന്നുള്ളതാ. ദൈവത്തിന് സ്തോത്രം. അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഏത് നാമത്തിലും ശക്തിയിലുമാണ് ഇവനെ സൗഖ്യമാക്കിയത്? അപ്പോസ്തലൻ അവരോട് പറയുകയാണ്, നിങ്ങൾ നസ്രയനായ യേശുവിനെ ക്രൂശിച്ചു, അവൻ മരിച്ചു, അവൻ അടക്കം ചെയ്യപ്പെട്ടു, എന്നാൽ ദൈവം അവനെ ഉയർപ്പിച്ചു. അവന്റെ നാമത്തിലുള്ള വിശ്വാസത്താലാണ് അവന് സൗഖ്യമുണ്ടായത്. അപ്പോസ്തല പ്രവൃത്തി 4:10. നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനുമായി നസ്രായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഇവൻ സൗഖ്യമുള്ളവനായി. അതെ, യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ട്. അവിടെ വ്യക്തമായി പറയുകയാണ്, അവന്റെ നാമത്താലും അവന്റെ നാമത്തിലുള്ള ശക്തിയാലുമാണ് അവൻ ബലം പ്രാപിച്ചത്. മറ്റ് സഹായങ്ങൾ കൊണ്ട് അവൻ ഇതുവരെ എഴുന്നേറ്റ് നിൽക്കുകയും നടക്കുകയും ചെയ്തെങ്കിൽ ഇന്ന് സ്വന്തം കാലുകൾ ശോഷിച്ച് ബലഹീനപ്പെട്ട കാലുകൾ സൗഖ്യം പ്രാപിപ്പാൻ തക്കവണ്ണം യേശുവിന്റെ നാമം ഉപയോഗിച്ചപ്പോൾ അവൻ സൗഖ്യം പ്രാപിച്ചു. വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ വിളിച്ചാട്ടെ. അത് യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ട്, യേശുവിന്റെ നാമത്തിൽ വിടുതലുണ്ട്. ഇന്ന് രാത്രികാല ദൈവമക്കളെ, യേശുവിന്റെ നാമം നമ്മുടെ മധ്യത്തിലുണ്ട്. തിരുവചനം ഇപ്രകാരം പറയുകയാണ്, യഹോവയുടെ നാമം ബലമുള്ളൊരു ഗോപുരമാകുന്നു, നീതിമാൻ ഓടി അതിലേക്ക് ചെന്ന് അഭയം തേടുകയാ. ഇന്ന് രാത്രികാലം ദൈവനാമത്തിൽ നാം കൂടി വന്നിരിക്കുകയാ. യേശു പറഞ്ഞു, 2-3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവിടെ വരും. അതേ, നാം എപ്പോഴെല്ലാം ദൈവനാമത്തിൽ കൂടി വരുമോ നാം കൂടി വരുന്ന ദൈവസന്നിധിയായി തീരുകയാ. അതൊരു അഭയസ്ഥാനമായി തീരുകയാ, അതൊരു രക്ഷാ സങ്കേതമായി തീരുകയാ, അത് ഉയരമുള്ളൊരു ഗോപുരമായി തീരുകയാ. ഇന്ന് രാത്രികാലം ദൈവമക്കളെ, യേശുവിന്റെ നാമത്തിൽ നാം ഇവിടെ കൂടി വന്നിരിക്കുന്നതിനാൽ ഇത് ബലമുള്ളൊരു ഗോപുരമാ, ഇത് നമുക്കൊരു സങ്കേതമാ, ഇതൊരു ആശ്രയ സ്ഥാനമാണ്. ഇവിടെ നമുക്ക് സഹായമുണ്ട്, ഇവിടെ നമുക്ക് വിടുതലുണ്ട്, ഇവിടെ നമുക്ക് സൗഖ്യമുണ്ട്. യേശുവിന്റെ നാമത്തിൽ അവൻ സൗഖ്യം പ്രാപിച്ചു എഴുന്നേൽക്കുകയാണ്. അതുമാത്രമല്ല, യേശുവിന്റെ നാമത്തിന് മറ്റനേക പ്രവർത്തികൾ അധികാരത്തോടുകൂടി ഉപയോഗിക്കുമ്പോൾ ചെയ്യുവാൻ കഴിയുന്നു. മർക്കോസിന്റെ സുവിശേഷം 16:17 വരുമ്പോൾ യേശു തന്നെ വിശ്വസിക്കുന്നവർക്ക് ഈ അധികാരം കൊടുക്കുന്നതായി കാണുകയാണ്. വായിച്ചാട്ടെ. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും, എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും. അതെ, ഭൂതങ്ങളുടെ മേലും യേശുവിന്റെ നാമത്താൽ അധികാരമുണ്ട്. യേശുവിന്റെ നാമത്താൽ ഭൂതങ്ങൾ പുറത്താക്കപ്പെടുകയാണ്. ചാത്തന്നൂരുകാർക്ക് പിന്നെ ഇത് വളരെ സുപരിചിതമായ കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം. ഭൂതങ്ങൾ യേശുവിന്റെ നാമത്തിൽ പുറത്താക്കപ്പെടുന്നതും യേശുവിന്റെ നാമത്തിൽ മുഴങ്കാൽ മടക്കുന്നതും യേശുവിന്റെ നാമം ഉച്ചരിക്കുമ്പോഴോ ബാധിക്കപ്പെട്ടവരിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതും നാം കാണുന്നതും അനുഭവിച്ചത് കൊണ്ടിരിക്കുന്നതുമായ കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം. അതേ, യേശുവിന്റെ നാമത്തിങ്കൽ രോഗശക്തികൾ മുട്ടുമടക്കുകയാണ്. സാത്താന്യമായ ശക്തികൾക്ക് അവിടെ നിലനിൽപ്പില്ല. അധികാരമുള്ളവർ അധികാരത്തോടുകൂടെ നാമത്തെ ഉപയോഗിക്കുമ്പോൾ ആ ശക്തികളുടെ മേൽ പൂർണ്ണമായ ജയം ലഭിക്കുകയാണ്.
ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഓർക്കണം, യേശു ശരീരം കൊണ്ട് ഈ ഭൂമിയിൽ തന്റെ പരസ്യ ശുശ്രൂഷയിലായിരുന്നപ്പോൾ തന്നെ യേശുവിനോട് കൂടെ ഇല്ലാത്ത ഒരു വ്യക്തി പോലും യേശുവിന്റെ നാമമെടുത്ത് ഭൂതങ്ങളെ പുറത്താക്കി. ശിഷ്യന്മാർക്കത് ഒട്ടും സന്തോഷമായി തോന്നിയില്ല. യേശുവിന്റെ അടുത്ത് വന്ന് പറയുക, കർത്താവേ, നമ്മുടെ കൂടെ ഇല്ലാത്ത ഒരുത്തന് നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നത് ഞങ്ങൾ കണ്ടിരിക്കുക, അതുകൊണ്ട് അവനെ അങ്ങ് തടുക്കണം, സ്റ്റോപ്പ് ചെയ്തേക്കണം. യേശു പറഞ്ഞു, കുഴപ്പമില്ല, അവൻ ചെയ്യട്ടെ, നന്മയല്ലേ. ദൈവത്തിന് സ്തോത്രം. വീണ്ടും 70 പേര് യേശുവിന്റെ അടുക്കൽ വന്ന് സന്തോഷത്തോടുകൂടെ പറയുക, കർത്താവേ, ഭൂതങ്ങൾ നിന്റെ നാമത്തിൽ ഞങ്ങൾക്ക് കീഴ്പ്പെട്ടു. യേശു പറയുക, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴ്പ്പെട്ടതിലല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രേ സന്തോഷിക്കേണ്ടത്. വായിക്കാം. ലൂക്കോസ് 10:20 എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രേ സന്തോഷിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. അതെ, അതിലൊക്കെ വലിയ കാര്യമാണ്. യേശുവിനെ കർത്താവായി സ്വീകരിച്ച ഒരു വ്യക്തി, വിശ്വസിച്ച ഒരു വ്യക്തി, പാപം കൂടാതെ ജീവിപ്പാൻ സമർപ്പിച്ച ഒരു വ്യക്തിയുടെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുക. അതാണ് ഏറ്റവും വലിയ സന്തോഷകരമായ കാര്യം. ഇന്ന് ലോകത്തിലെ ഒരു രാഷ്ട്രത്തിൽ പൗരത്വത്തിന്റെ പട്ടികയിൽ ആ വ്യക്തിയുടെ പേര് കണ്ടേക്കാം. ഈ കഴിഞ്ഞിടയിൽ തന്നെ ഇന്ത്യയിലെ പൗരത്വ പട്ടികയൊക്കെ ഒന്ന് പുതുക്കിയപ്പോൾ ചിലരുടെയൊക്കെ പേര് മിസ്സായപ്പോൾ എത്രയോ പ്രക്ഷോഭങ്ങളാണ് ഉണ്ടായത്. ഹ്രസ്വമായ ചില നാളുകൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിന്റെ, ഒരു രാജ്യത്തിന്റെ അവകാശങ്ങളും മൗലികമായ നന്മകളൊക്കെ അനുഭവിപ്പാൻ പൗരത്വ പട്ടികയിൽ പേരാവശ്യമെങ്കിൽ നിത്യതയിൽ മുഴുനിത്യതയും ചെലവിടുവാൻ ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ, നിന്റെ പേര് സ്വർഗത്തിലുണ്ടോ? നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടോ എന്ന് ഇന്ന് രാത്രികാലം നീ ഒന്ന് ചിന്തിച്ചാൽ നന്നായിരിക്കും. നിന്നെ സ്നേഹിക്കുന്ന, നിത്യതയിൽ നിത്യരാജ്യത്തിൽ കാണപ്പെടുമെന്ന് നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന നിന്റെ യേശു നിന്നെ വിളിക്കുകയാണ് അവന്റെ അടുക്കലേക്ക്. അവനെ കർത്താവായി സ്വീകരിപ്പാൻ, അവന് നിന്റെ ഹൃദയം തുറന്നു കൊടുക്കുവാൻ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ നിശ്ചയമായും നിന്റെ ജീവിതത്തിൽ അത്ഭുതത്തിന്റെ പ്രവൃത്തി നടക്കുവാനിടയായിത്തീരും. അതേ, സാത്താന്യ ശക്തിയുടെ മേൽ യേശുവിന്റെ നാമത്താൽ വിടുതലുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവനാമത്തെ ഭയപ്പെടുന്നവർക്ക് സൗഖ്യമുണ്ടെന്ന് മലാക്കി പ്രവാചകൻ പറയുകയാണ്. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 2-ാം വാക്യത്തിൽ പറയുകയാണ്, എന്റെ നാമത്തെ ഭയപ്പെട്ട് ജീവിക്കുന്നവർ സ്വന്തം ജീവിതത്തിൽ രോഗസൗഖ്യം എങ്ങനെയാണ് അന്ധകാര ശക്തിയുടെ മേൽ ജയം പ്രാപിച്ച് പ്രായോഗികമാക്കുന്നതെന്ന് പ്രവാചകൻ അവിടെ പറയുക. ഒന്ന് വായിച്ചാട്ടെ. എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടി ഉദിക്കും. ദൈവത്തിന് സ്വന്തം രോഗോപശാന്തിയോട് ഉദിക്കും. ആർക്കാണ്? ദൈവത്തിന്റെ നാമത്തെ ഭയപ്പെടുന്നവർ. ഈ ഭയം എന്ന് ഉദ്ദേശിക്കുന്നത് ഭക്തിയാ, ഭക്തിയോടെ ജീവിക്കുന്നതാ. മൃഗത്തെ കാണുമ്പോഴോ കുത്താൻ വരുന്ന കാട്ടാനെ കാണുമ്പോഴുള്ള ഭയമല്ല ദൈവത്തിന് മുൻപാകെ വേണ്ടുന്നത്. വിശ്വാസത്തോടും സ്നേഹത്തോടും സർവശക്തിയെ മാനിച്ചുകൊണ്ടുള്ള ഭയം. ആ ഭയത്തോടെ ഭക്തിയോടെ ജീവിക്കുന്നവർക്ക് സൗഖ്യം അവകാശപ്പെട്ടതാണ്. അതിലേറ്റവും പ്രസക്തമായ ഭാഗം താഴെയാണ് അവിടെ പറയുന്നത്. എങ്ങനെയാ ഇത് പ്രായോഗികമാക്കുന്നത്? അവിടെ പറയുന്നു, നിങ്ങൾ പുറപ്പെട്ട് തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാക്കളെ പോലെ തുള്ളിച്ചാടും. എന്നാൽ ഇംഗ്ലീഷിൽ പറയുന്നത്, തൊഴുത്തിലുള്ള പശുക്കിടാക്കളെ പോലെ പുഷ്ടിയുള്ളവരായി നിങ്ങൾ കാണപ്പെടും. സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ ജീവിക്കുവാനുള്ള അവകാശം ദൈവമക്കൾക്ക് നൽകുകയാണ്. അതെങ്ങനെയാണെന്നറിയാമോ? താഴെയാണത് വ്യക്തമാക്കുന്നത്. വായിക്കാമോ? നിങ്ങളും പുറപ്പെട്ട്, അതിന്റെ താഴെയുള്ള വാക്യം, ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ ദുഷ്ടന്മാർ നിങ്ങളുടെ കാലിൻ കീഴിൽ വെണ്ണീറായിരിക്കൊണ്ട് നിങ്ങൾ അവരെ ചവിട്ടിക്കളയുമെന്ന്. ഇവിടെ പറയുന്ന ദുഷ്ടന്മാരെന്നുള്ളത് രോഗത്തിന് കാരണമാകുന്ന ദുഷ്ടശക്തികളാ. മലയാളത്തിൽ ഉണ്ടാക്കുവാനുള്ള ദിവസം എന്ന് പറയുന്നുവെങ്കിൽ ഇംഗ്ലീഷിൽ പറയുന്നത് ഇൻ ദാറ്റ് ഡേ ഐ ഡു ദാറ്റ്. ഞാനത് ചെയ്യുന്ന ദിവസം, രോഗോപശാന്തിയോടെ നീതി സൂര്യനെ ഞാൻ ഉദിക്കുന്ന ദിവസം, നിങ്ങളുടെ രോഗങ്ങൾക്ക് കാരണമാകുന്ന ദുഷ്ടശക്തികൾ നിങ്ങളുടെ കാൽ കീഴെ വെണ്ണീറാകയാൽ നിങ്ങൾ അവരെ ചവിട്ടിക്കളയും. എന്ന് രാത്രികാലം ദൈവത്തിലായിരിക്കും ദൈവവൈതലേ, നീ ഭക്തിയോടെ ജീവിക്കുന്ന വ്യക്തിയാണോ? ദൈവത്തിന് പ്രസാദകരമായി ജീവിക്കുന്ന വ്യക്തിയാണോ? നിന്റെ ശരീരത്തിലുള്ള രോഗത്തിന് സൗഖ്യം നൽകുവാൻ യേശുവിന്റെ നാമത്തിന് കഴിയും. ഒരുപക്ഷെ അത് രോഗലക്ഷണങ്ങളായി നിന്നോട് വാദിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം, നിന്നെ തളർത്തുകയായിരിക്കാം, ക്ലേശിപ്പിക്കുകയായിരിക്കാം. ഇന്ന് രാത്രികാലം നിന്റെ നാവിന്മേൽ യേശു അധികാരം തന്നിരിക്കുകയാണ്. ഇന്ന് രാത്രികാലം നിന്റെ സൗഖ്യത്തിന്റെ രാത്രിയാകട്ടെ. നിന്റെ കാൽ കീഴെ ദുഷ്ടശക്തി മരിക്കപ്പെടട്ടെ. നിനക്ക് പറയുവാൻ കഴിയുമോ? യേശുവിന്റെ നാമത്തിൽ ആ ദുഷ്ടശക്തി വിട്ടുപോകട്ടെ. യേശുവിന്റെ നാമത്തിൽ ആ രോഗലക്ഷണങ്ങൾ മാറിപ്പോകട്ടെ. ഇന്ന് രാത്രികാലം യേശു നിനക്ക് അതിനുള്ള അധികാരം തന്നിരിക്കുകയാണ്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ശക്തികളെയും ചവിട്ടുവാനുള്ള അധികാരം ഇന്ന് രാത്രികാലം വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നാട്ടെ. യേശുവിന്റെ നാമത്താൽ ഉള്ള സൗഖ്യം അവകാശപ്പെട്ടുകൊണ്ടിരുന്നാട്ടെ. നിങ്ങൾക്ക് രോഗമുള്ള ഭാഗത്ത് കരങ്ങൾ വെച്ചുകൊണ്ട് ആ അധികാരത്തോടുകൂടെ രോഗശക്തിയെ ശാസിച്ചാട്ടെ.
ഹല്ലേലൂയ. രോഗത്തിന്റെ പിൻപിൽ പ്രവർത്തിക്കുന്നത് ഒരു അന്ധകാര ശക്തിയാണ്. യേശുവിന്റെ നാമത്തിൽ ആ രോഗശക്തിയിൽ നിന്ന് വിടുതലുണ്ട്, ആ രോഗശക്തിയിൽ നിന്ന് സൗഖ്യമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ കാൽക്കീഴ ഇന്ന് രാത്രികാലം ആ ശക്തികൾ ചതയ്ക്കപ്പെടട്ടെ. നിങ്ങളുടെ കാൽക്കീഴ ആ ശക്തികൾ നിർമൂലമാകട്ടെ. പരിശുദ്ധാത്മാവിന് ഇടം കൊടുത്താട്ടെ. യേശുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ചാട്ടെ. യേശുവിൻ നാമം വിജയിക്കട്ടെ. സാത്താന്യ പകർന്നിരട്ടെ. യേശുവിൻ നാമം വിജയിക്കട്ടെ. സാത്താന്യ കോട്ടകൾ പകർന്നിരട്ടെ. യേശുവിൻ നാമം വിജയിക്കട്ടെ. സാത്താന്യ കോട്ടകൾ പകർന്നിരട്ടെ. യേശുവിൻ നാമം വിജയിക്കട്ടെ. സാത്താന്യ കോട്ടകൾ പകർന്നിരട്ടെ. യേശുവിൻ നാമം വിശ്വാസത്തോടെ യേശു തന്നിരിക്കുന്ന അധികാരത്തോടെ പ്രാർത്ഥിക്കാതെ ഇന്ന് രാത്രികാലം ആ ശക്തി നിന്റെ മുമ്പിൽ അടിയറവെക്കപ്പെടുകയാണ്. ആ ശക്തി നിന്റെ കാൽക്കീഴ വലിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. അവിശ്വാസത്തിന് ഇടം കൊടുക്കാതെ വിശ്വാസത്തോടെ യേശുവിന്റെ നാമം നിന്റെ നാവിലെടുത്താട്ടെ. യേശു നിനക്ക് അധികാരം തന്നിരിക്കുകയാണ്. യേശുവിനെ കർത്താവായി ഹൃദയത്തിൽ സ്വീകരിച്ച നിനക്ക്, യേശുവിനെ കർത്താവെന്ന് വാഗൊണ്ട് ഏറ്റുപറഞ്ഞ നിനക്ക് അതിനുള്ള അധികാരം അവൻ തന്നിരിക്കുന്നു. നീ സംശയിക്കേണ്ട, ധൈര്യപ്പെടേണ്ട. നിന്റെ ജീവിതത്തിലെ ബലഹീനതകൾ ഓർക്കേണ്ട. നിന്നിൽ വസിക്കുന്നവൻ പുറത്തുള്ളവനേക്കാൾ വലിയവനാണ്, ഈ ലോകത്തുള്ളവനേക്കാൾ വലിയവനാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. അതേ വായിച്ച വേദഭാഗത്തിലേക്ക് മടങ്ങി വരുമ്പോൾ നമുക്കിപ്രകാരം ചിന്തിപ്പാൻ കഴിയുന്നു. ദൈവം അവനെ ഏറ്റവും ഉയർത്തി, സകല നാമങ്ങൾക്കും മേലായ നാമം നൽകി. ദൈവത്തിന് സ്തോത്രം. അതേ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു സകല നാമങ്ങൾക്കും മേലായ നാമം പ്രാപിച്ചവനാണ്. അവൻ അധികാരം പ്രാപിച്ചവനാണ്, ശക്തിയുള്ളവനാണ്, രക്ഷിപ്പാൻ കഴിവുള്ളവനാണ്, അവൻ വിടുവിക്കുന്നവനാണ്, അവൻ സൗഖ്യം നൽകുന്നവനാണ്, പരിശുദ്ധാത്മാവിനെ ദാനമായി നൽകുന്നവനാണ്. ആർക്ക് അവനെ കർത്താവായി ഹൃദയത്തിൽ സ്വീകരിപ്പാനും കർത്താവെന്ന ആദരം കൊണ്ട് ഏറ്റുപറയുവാൻ കഴിയുമോ? അവരുടെ ജീവിതത്തിൽ ഈ പ്രവർത്തികൾ ആ സമയാനുസൃതമായി യേശു ചെയ്യുവാനിടയായി തീരും. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ യേശുവിനെ സ്വീകരിച്ചവർക്ക് ഈ വിധത്തിലുള്ള പ്രവൃത്തി യേശുവിന്റെ നാമത്താൽ നടന്ന് അവരുടെ ക്രിസ്ത്യ ജീവിതയാത്ര അവർക്ക് യേശുവിന്റെ നാമത്താൽ ജയത്തോടെ നയിപ്പാനിടയായി തീരും. ഇന്ന് രാത്രിക്കാലം ദൈവത്തിലെ നിന്റെ ജീവിതത്തിൽ പ്രതികൂലങ്ങളുണ്ടോ? ക്രിസ്ത്യ ജീവിതത്തിൽ പ്രതിസന്ധികളെ നേരിടുന്ന ഒരു വ്യക്തിയാണോ? യേശുവിന്റെ നാമത്താൽ നീ ശക്തിയാർജിച്ച് ഓരോ ദിവസം മുൻപോട്ട് പോകേണ്ടത് ആവശ്യം. പ്രവാചകൻ പറയുകയാണ്, ഞാൻ എന്റെ നാമത്തിൽ അവരെ ബലപ്പെടുത്തും, അവർ എന്റെ നാമത്തിൽ സഞ്ചരിക്കും. ഈ ക്രിസ്ത്യ ജീവിത യാത്ര സ്വയമായി നയിപ്പാൻ ആർക്കും കഴിയത്തില്ല. സ്വശക്തിയിൽ ഒരുത്തനും ജയമില്ല, വിടുതലില്ല. അതുകൊണ്ടാണ് കൃപയും സത്യവും യേശു നൽകുന്നത്. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. സത്യം അറിഞ്ഞാൽ പോരാ, വഴി അറിഞ്ഞാൽ പോരാ, വഴിയെ നടക്കുവാനുള്ള ജീവൻ യേശു നൽകുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതേ യേശുവിനെ ഞങ്ങൾ പ്രസംഗിക്കുന്നതിന്റെ ഉദ്ദേശം, കർത്താവായ യേശു, സകലത്തിനും അധികാരിയായ യേശുവിനെ ഞങ്ങൾ പ്രസംഗിക്കുന്നതിന്റെ ഉദ്ദേശം യേശുവിന്റെ മുൻപിൽ യേശുവിനെ പോലെ ശ്രോതാക്കളെ മാറ്റിയെടുക്കുക എന്നുള്ളതാ. ഒരു സുവിശേഷ പ്രസംഗം കൊണ്ടല്ല. ദൈവത്തിന് സ്തോത്രം. സഭയുടെ മധ്യത്തിൽ ദൈവജനത്തിന് കൊടുക്കുന്ന ഉപദേശങ്ങളിൽ യേശുവിനെ സകല ജ്ഞാനത്തോടെ ഉപദേശിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന നിമിത്തം അത് കേൾക്കുന്ന ഒരു വ്യക്തി, യേശുവിനെ കർത്താവായി സ്വീകരിച്ച ഒരു വ്യക്തി, യേശുവിനെ കുറിച്ച് അറിയും തോറും യേശുവിനെ പോലെ മാറ്റപ്പെടുവാനാ, യേശുവിന്റെ ദിവ്യ സ്വഭാവങ്ങൾ പ്രാപിപ്പാനാ. യേശു അതാ പറഞ്ഞത്, ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാണ്, എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. യേശുവിനെ കർത്താവായി സ്വീകരിച്ച ഒരു വ്യക്തി യേശുവിനെ കുറിച്ച് അധികമായി അറിയും തോറും യേശുവിനെ പോലെ അവൻ മാറ്റപ്പെടുകയാ. യേശുവിന്റെ സൗമ്യത, യേശുവിന്റെ താഴ്മ, യേശുവിന്റെ വിശുദ്ധി, യേശുവിന്റെ ആ ക്ഷമ, യേശുവിന്റെ സഹിഷ്ണുതയൊക്കെയും പ്രാപിച്ച് യേശുവിന്റെ ദിവ്യ സ്വഭാവങ്ങൾക്ക് അവൻ കൂട്ടാളിയായി തീരുവാനിടയായി തീരും. അങ്ങനെ പടിപടിയായി ക്രിസ്തു എന്ന തലയോളം സകലത്തിലും അവന് വളരുവാനിടയായി തീരും. അതുകൊണ്ടാണ് യേശുവിനെ ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഏത് സന്ദർഭത്തിലും ഏത് സാഹചര്യത്തിലും ഞങ്ങളുടെ പ്രസംഗത്തിന്റെ കേന്ദ്ര ബിന്ദു യേശുവാണ്. ഉപദേശത്തിന്റെ കേന്ദ്രസ്ഥാനം യേശുവാണ്. കാരണം യേശുവാണ് കർത്താവ്. യേശുവിനാണ് രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്നത്. യേശുവിനാണ് ഒരു വ്യക്തിയെ നിത്യതയിൽ കൊണ്ടെത്തിക്കുവാൻ കഴിയുന്നത്. അപ്പോസ്തലൻ പൗലോസ് പറയുന്നു, യേശുവിനെ ഞങ്ങൾ പ്രസംഗിക്കുന്നത് മനുഷ്യനെ യേശുവിനെ പോലെ മാറ്റുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെയാണ്. ദൈവത്തിന് സ്തോത്രം.
എന്നാൽ ഇന്ന് ധാർമ്മിക മൂല്യം നഷ്ടപ്പെട്ട് പാപത്തിൽ നിപതിച്ചൊരു വ്യക്തി ഏത് സാഹചര്യത്തിൽ ഏത് പശ്ചാത്തലത്തിലുള്ള വ്യക്തിയാണേലും യേശുവിനെ കർത്താവായി സ്വീകരിച്ച് ക്രിസ്തു എന്ന പരിജ്ഞാനത്തിൽ അവൻ വളരുന്നുവെങ്കിൽ അവൻ യേശുവിനെ പോലെ മാറുവാനിടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. യേശുവിന്റെ വചനവും യേശുവിന്റെ ഉപദേശവും അവനെ യേശുവിനെ പോലെ പടിപടിയായി മാറ്റപ്പെടും. വചനത്തിന്റെ വെളിച്ചത്തിൽ ചിന്തിച്ചാൽ നിർമ്മല കന്യകയെ പോലെ വചനത്തിന് അവനെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയും. വചനത്തിൽ അടങ്ങിയിരിക്കുന്ന യേശുവിനെ കുറിച്ചുള്ള ഒരു അറിവ് വാസ്തവമായി പ്രാപിക്കുന്ന ഒരു വ്യക്തി യേശുവിനെ പോലെ മാറുക, അല്ലെങ്കിൽ ഒരു കന്യകയുടെ നൈർമല്യം അവന്റെ ജീവിതത്തിൽ ഉണ്ടാകും. യേശു ക്രൂശിൽ വന്ന് മരിച്ചതിന്റെ ഉദ്ദേശം, പരമപ്രധാനമായ ലക്ഷ്യമെന്നുള്ളത് തേജസ്സേറിയ ഒരു സഭയെ തന്റെ മുൻപിൽ നിർമ്മല കന്യകയായി നിർത്തുവാൻ വേണ്ടി അവൻ ആ പെടാപ്പാടെല്ലാം പെട്ടത്, കഷ്ടതകളേറ്റത്, ക്രൂരമായ വേദന സഹിച്ചത്, മുൾക്കിരീടം ധരിച്ചത്, ക്രൂശിൽ മരിച്ചത് പാപിക്ക് കേവലമായ രക്ഷ നൽകി ആ നിത്യജീവൻ കൊടുക്കുക എന്ന ഉദ്ദേശത്തിലല്ല, തേജസ്സേറിയ ഒരു സഭയെ, തേജസ്സേറിയ ഒരു മണവാട്ടിയെ തന്റെ മുൻപിൽ നിർത്തുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടെയാ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രികാലം ഞങ്ങൾ പ്രസംഗിക്കുന്നതും ഇന്ന് ഈ മീറ്റിംഗ് നടത്തുന്നതും ഈ സഭ ഇവിടെ അതേ അനേക പതിറ്റാണ്ടുകളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഉദ്ദേശം, എത്രയോ വിശുദ്ധന്മാർ പല കാലഘട്ടങ്ങളിൽ വന്ന് ഇവിടെ ശുശ്രൂഷിച്ചു. എന്തിനു വേണ്ടി? മനുഷ്യരെ രക്ഷിപ്പാൻ മാത്രമല്ല, രക്ഷിക്കപ്പെട്ടൊരു വ്യക്തിയെ യേശു എന്ന സമ്പൂർത്തിയിലേക്ക് നയിക്കുവാൻ. അപ്പോസ്തലനായ പൗലോസ് തന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യത്തെക്കുറിച്ച് പറയുകയാണ്. ക്രിസ്തുവെന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി നിങ്ങളെ ഏൽപ്പിപ്പാൻ തക്കവണ്ണം ഞാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുകയാ. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം വായിച്ചാൽ, ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ദൈവത്തിന് സ്തോത്രം. അതെ, ഇവിടെ കാണുന്ന ആ നിർമ്മലതയുടെ നിലവാരം ഏറ്റവും പരമോന്നതമായ നിലവാരമാണ്. ഒരു മനുഷ്യന് ഈ ലോകത്തിൽ ജീവിപ്പാൻ കഴിയുന്ന ഏറ്റവും ശ്രേഷ്ഠമായ നിർമ്മലതയുടെ അവസ്ഥയാണ് അവിടെ കാണുന്നത്. എങ്ങനെ? ക്രിസ്തുവിലുള്ള ഏകാഗ്രതയോടെ ജീവിക്കുമ്പോൾ ലഭിക്കുന്ന നിർമ്മലതയാ. സ്വയനിയന്ത്രണത്താൽ ഒരു പരിധിവരെ മനുഷ്യന് ധാർമ്മിക മൂല്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് ജീവിപ്പാൻ കഴിയും. എന്നാൽ അവൻ നിർമ്മലനായിരിക്കണമെങ്കിൽ യേശു എന്ന ഏക പുരുഷനിലുള്ള ഏകാഗ്രതയോടെ ജീവിപ്പാൻ കഴിയണം. വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു കന്യക വിവാഹ നാളിലേക്ക് തന്നെ സൂക്ഷിച്ച് ആ വിവാഹ നാളിനായി ഒരുക്കപ്പെടുന്നത് പോലെ ഇന്ന് സഭ ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാ. യേശു പ്രസംഗിക്കപ്പെടുന്നതിനാൽ, യേശു പ്രഘോഷിക്കപ്പെടുന്നതിനാൽ, യേശു എന്ന പരിജ്ഞാനത്തെ പ്രാപിച്ചുകൊണ്ട് അവർ ആ പൂർണ്ണതയിലേക്ക് വളർന്നുകൊണ്ടിരിക്കും. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നാം കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചവരാണ്. അവൻ നമ്മുടെ ജീവിതത്തിൽ കർത്തൃത്വം ഏറ്റെടുത്തവനാണ്. അങ്ങനെയെങ്കിൽ അവനിലുള്ള ഏകാഗ്രതയോടെ നമ്മൾ ജീവിക്കണം. ഈ ലോകത്തിൽ നമ്മുടെ ഏകാഗ്രത നഷ്ടമാക്കുന്ന, അല്ലെങ്കിൽ യേശുവിന്റെ വരവെന്ന ലക്ഷ്യത്തെ കളങ്കപ്പെടുത്തുന്ന, ദിശാബോധം നഷ്ടപ്പെടുത്തുന്ന ശത്രുവിന്റെ വഞ്ചിക്കുന്ന ശക്തി, വഞ്ചിക്കുന്ന ആത്മാവ് ലോകത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ മധ്യത്തിൽ യേശുവിനെ മാത്രം നോക്കി ജീവിപ്പാൻ നമുക്ക് കഴിയണം. അപ്പോസ്തലനായ പൗലോസ് സദാ പറഞ്ഞത്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. യേശുവിനെ നോക്കുന്നവർക്ക് ആ ലക്ഷ്യപ്രാപ്തിയെത്തോളം നിർമ്മലതയോടെ ജീവിപ്പാൻ കഴിയും. ഏകാഗ്രത നഷ്ടമാക്കാതെ തങ്ങളുടെ ജീവിതയാത്ര മുൻപോട്ട് നയിപ്പാനിടയായിത്തീരും. ഇങ്ങനെ പരിശുദ്ധിയോടെ ജീവിക്കുന്ന, കാത്തിരിക്കുന്ന ആ സഭയ്ക്ക് വേണ്ടി യേശു വെളിപ്പെടാൻ പോവുക. അല്ലെങ്കിൽ കർത്താവായി യേശുവിനെ സ്വീകരിച്ചവർക്ക് യേശുവിന്റെ വരവിനായി ഒരുങ്ങുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. ആ വിധത്തിൽ നിർമ്മലമായി ജീവിച്ച, വിശുദ്ധിയുടെ പൂർണ്ണത പ്രാപിച്ച തിരുസഭയെ ചേർക്കുവാൻ കർത്താവ് വെളിപ്പെടുവാൻ പോവുകയാണ്. കർത്താവ് വരുന്നത് എല്ലാവർക്കും വേണ്ടിയല്ല, ഈ ലോകത്തിൽ തന്നെ കർത്താവായ ഹൃദയത്തിൽ സ്വീകരിച്ചവർക്ക്. ഈ ലോകത്തിൽ കർത്താവായി അവനെ സ്വീകരിച്ചുകൊണ്ട് അവൻ കർത്തൃത്വം നടത്തുന്ന വിധത്തിൽ അവരെ തന്നെ സമർപ്പിച്ച് യേശുവിന്റെ പാദപീഠത്തിൽ തങ്ങളുടെ ജീവിതം നയിച്ചവർക്ക് വേണ്ടി, യേശുവിന്റെ സമ്പൂർണ്ണതയായ പ്രായത്തിന്റെ അളവ് പ്രാപിച്ചവർ, യേശുവിന്റെ സൽഗുണങ്ങൾക്ക് കൂട്ടാളികളായി തീർന്നവർ, യേശുവിന്റെ പൂർണ്ണത പ്രാപിച്ചവർ, അവർക്ക് ആ യേശു വെളിപ്പെടുവാൻ പോകുകയാണ്. അപ്പോസ്തലൻ തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതിയപ്പോൾ അവിടെ 2-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ കാണുന്നു, കർത്താവ് താൻ ഗംഭീരനാദത്തോടും
പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കൂടെ വരുവാൻ പോകുകയാണ്. ആർക്കു വേണ്ടി? തന്നെ കർത്താവായി സ്വീകരിച്ചവർക്ക്, അവരുടെ ജീവിതത്തിൽ യേശുവിന് കർത്തൃത്വം കൊടുത്തവർക്ക് വേണ്ടി യേശു ഗംഭീരനാദത്തോടെ വരാൻ പോകുക. വായിച്ചാട്ടെ 4:16 വാക്യം. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുവാൻ പോവുകയാണ്. ആർക്കു വേണ്ടി? അവൻ കർത്താവായിട്ടാണ് വരുന്നത്. നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവപുത്രനായ യേശുവെന്നോ അല്ലെങ്കിൽ വെറും യേശു ക്രിസ്തു എന്നല്ല, കർത്താവ് താൻ ഗംഭീരനാദത്തോടുകൂടെ. എന്തിനു വേണ്ടി? തന്നെ കർത്താവായി സ്വീകരിച്ചവർക്ക് വേണ്ടി, തങ്ങളുടെ ഹൃദയത്തിൽ അവനെ കർത്തൃത്വം കൊടുത്ത് തന്റെ മുൻപിൽ പൂർണ്ണ സമർപ്പണത്തോടുകൂടെ ജീവിച്ചവർക്ക് വേണ്ടി അവൻ കാഹളനാദത്തോടെ വരുവാൻ പോകുകയാ. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മുടെ വീണ്ടെടുപ്പിന്റെ കാലം അടുത്തിരിക്കുകയാ. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ, ഈ ലോകം ഒരു വലിയ നാശത്തിലേക്ക് പാഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാ. ലോകം വ്യാമോഹിക്കുന്നതും സ്വപ്നം കാണുന്നത് പോലെ ഇനിയും അധിക സമാധാനത്തിന്റെ നാളുകൾ ലോകത്തിന് മുൻപിലില്ല. ലോകം ഒരു അനിശ്ചിതത്തിന്റെ നാളുകളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാ. ഈ ലോകം ഒരു അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാ. ഇന്ന് യേശുവിനെ കർത്താവായി സ്വീകരിച്ചവർക്ക്, യേശുവിനെ തങ്ങളുടെ ജീവിതത്തിൽ കർത്തൃത്വം കൊടുത്ത് തന്റെ മുൻപിൽ പൂർണ്ണ സമർപ്പണത്തോടെ ജീവിച്ചവർക്ക് വേണ്ടി യേശു വെളിപ്പെടുവാൻ പോകുകയാ. എന്നാൽ ഇന്ന് ആ കർത്തൃത്വം അംഗീകരിക്കാൻ കഴിയാത്തവർക്ക് യേശുവിന് മുൻപിൽ മുഴങ്കാൽ നിർബന്ധത്താൽ മടക്കേണ്ടുന്ന ഒരു സമയം വരികയാ. ഭയത്തോടെ അവൻ കർത്താവെന്ന് ഏറ്റുപറയേണ്ടുന്ന ഒരു സമയം വരികയാ. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ 20-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ അവിടെ ഒരു വെള്ള സിംഹാസനം കാണുകയാണ്. ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. പുസ്തകങ്ങൾ തുറന്നു. വായിച്ചാട്ടെ 13. മരിച്ചവർ ആവാലവൃദ്ധം അല്ലെങ്കിൽ അധോലോകരും ഭൂലോകരും, മണ്ണിൽ മറഞ്ഞവർ, സമുദ്രത്തിൽ മറഞ്ഞവർ, അവരെല്ലാം തിരികെ വരിക. മരിച്ചവരാവാലവൃദ്ധം ഈ വെള്ള സിംഹാസനത്തിന്റെ മുൻപിൽ വന്ന് നിൽക്കുകയാ, അല്ലെങ്കിൽ മുട്ടുകുത്തുകയാ. യേശു കർത്താവെന്ന് ഏറ്റുപറയേണ്ട ഒരു സന്ദർഭം വരികയാ. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ, ഇന്ന് നിനക്ക് യേശുവിനെ സ്വീകരിപ്പാൻ കഴിയുമോ? ഇന്ന് യേശുവിനെ കർത്താവായി നിനക്ക് സ്വീകരിപ്പാൻ കഴിയുമോ? അങ്ങനെയെങ്കിൽ ഈ ലോക ജീവിതയാത്ര യേശുവിന്റെ കർത്തൃത്വത്തിന് കീഴിൽ നിനക്ക് ജയകരമായി നയിപ്പാൻ കഴിയും, സന്തോഷത്തോടെ നയിപ്പാൻ കഴിയും. പാപം പിടിഞ്ഞൊരു വിശുദ്ധ ജീവിതം നിത്യതയ്ക്കായി ഒരുക്കുവാൻ നിന്നെ തന്നെ യേശു അനുദിനം സഹായിപ്പാനിടയായി തീരും. ഇല്ലെങ്കിൽ ഒരു ന്യായവിധിയുണ്ട്. മനുഷ്യൻ ചെയ്യുന്ന ഏത് പ്രവർത്തിക്കും ഒരു ന്യായവിധിയുണ്ട്. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഞാൻ ചെയ്യുന്നത് നന്മയാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും, ഇന്ന് യേശുവിനെ അംഗീകരിക്കുന്നവനും യേശുവിനെ അംഗീകരിക്കാത്തവനും, യേശു കർത്താവിൽ എന്ന് പറയുന്നതും യേശുവിന് വിരോധമായും യേശുവിന്റെ നാമത്തിന് വിരോധമായി പ്രവർത്തിക്കുന്നവരും അവന്റെ മുമ്പിൽ വന്നേ മതിയാകൂ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇന്ന് രാത്രിക്കാലം ഒരു വിചിന്തനത്തിലുള്ളൊരു അവസരം നിനക്ക് തരികയാ. ഇന്ന് നിനക്ക് യേശുവിനെ കർത്താവെന്ന് സ്വമനസ്സാൽ സന്തോഷത്തോടെ സ്വീകരിപ്പാൻ കഴിയുമോ? അങ്ങനെയെങ്കിൽ ആ ന്യായവിധിക്ക് അനന്തരമായി നിത്യനരകമായിരിക്കുകയില്ല നിനക്ക് വരാൻ പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. യേശുവിനോടൊപ്പം നിത്യയുഗങ്ങൾ, യേശുവിനോടൊപ്പം യേശു നമുക്കായി ഒരുക്കുന്ന നിത്യപാർപ്പിടത്തിൽ ചെലവഴിപ്പാനിടയായി തീരും. ദൈവത്തിന് സ്തോത്രം. അതേ, കർത്താവ് തനിക്കായി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുകയാ. തന്നെ കർത്താവായി സ്വീകരിച്ചവർക്ക് വേണ്ടി യേശു തന്റെ വരവിനെ കുറിച്ചും ലോകാവസാനത്തെക്കുറിച്ചും ഈ ലോകത്തിലായിരുന്നപ്പോൾ തന്റെ ശിഷ്യഗണങ്ങളോട് അറിയിച്ചിരുന്നു. ഒരിക്കൽ ശിഷ്യന്മാർ അവനോട് ചോദിച്ചു, കർത്താവേ, നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളങ്ങൾ എന്താണ്? ദൈവത്തിന് സ്തോത്രം. നമ്മളും എപ്പോഴും കാണുവാനും കേൾക്കുവാനും ആഗ്രഹിക്കുന്ന കാര്യം തന്നെയത്. എന്നാൽ അടയാളങ്ങളെ കുറിച്ചൊക്കെ പറയുന്നതിന് മുൻപ് യേശു അവർക്ക് കൊടുത്തതൊരു ജാഗ്രതാ നിർദ്ദേശമാണ്. ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ദൈവമക്കളെ, ഈ അന്ത്യകാലഘട്ടത്തിൽ ഏറ്റവും നിർണായകമായിരിക്കുന്ന ഒരു സന്ദേശമാണത്. തെറ്റിപ്പോകാതിരിപ്പാനും മറ്റുള്ളവരാൽ തെറ്റിക്കപ്പെടാതിരിപ്പാനും നാം സൂക്ഷിക്കുന്നവരായിരിക്കണം. ലക്ഷ്യങ്ങൾക്കൊത്തവണ്ണമുള്ള കാര്യങ്ങൾ മുൻപോട്ട് നീക്കുന്നതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. തെറ്റിപ്പോകാതെ സൂക്ഷിക്കണം. യേശു പറയുകയാണ്, ടേക്ക് ഹീഡ് ദാറ്റ് നോ മാൻ ഷാൽ ഡിസീവ് thee. ഒരു മനുഷ്യരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ, അപൂർണമായ ഉപദേശത്താലോ അബദ്ധ ഉപദേശത്താലോ അബദ്ധമാർഗങ്ങളിലെ സന്ദേശങ്ങളാലോ പാപപ്രവർത്തിയാലോ ശത്രുവിന്റെ വഞ്ചനയാലോ ആരും തെറ്റിപ്പോകാൻ പാടില്ല. തുടർന്ന് യേശു പറഞ്ഞു, നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെ കുറിച്ച് കേൾക്കും. അത് ഈറ്റുനോവിന്റെ ആരംഭമാണ്.
ഇന്ന് നാം നമ്മുടെ ചുറ്റുപാടും കണ്ണോടിച്ചു കഴിഞ്ഞാൽ യുദ്ധശ്രുതികൾ നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ പാലസ്തീൻ സംഘർഷം ഒരു മൂന്നാം ലോക യുദ്ധത്തിലേക്ക് എത്തിച്ചേരുമോ എന്ന് ഇന്ന് ലോകരാഷ്ട്രങ്ങൾ ഉത്കണ്ഠയോടുകൂടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. യേശു പറഞ്ഞു, അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ, അതിന്റെ കൊമ്പ് ഇളതായി, ഇല തളിർക്കുമ്പോൾ വേനലടുത്തിരിക്കുന്നു എന്ന് നാം അറിയുന്നു. ഇന്ന് യഹൂദൻ ഒരു സൂചികയായി ലോകത്തിൽ കാണപ്പെടുകയാ. സത്യവചനം വിശ്വസിക്കുന്നവർക്കും യേശുവിന്റെ പുനരാഗമനം പ്രതീക്ഷിച്ച് പ്രത്യാശയോടെ കാത്തിരിക്കുന്നവർക്ക് പ്രത്യാശയ്ക്കുള്ള വക നൽകുന്ന ലക്ഷണങ്ങളാണ് ഇന്ന് യഹൂദനിൽ മാത്രം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ലോകരാഷ്ട്രങ്ങളൊക്കെ ഇന്ന് യുദ്ധത്തിന് സന്നാഹമൊരുക്കിക്കൊണ്ടിരിക്കുകയാ. ആയുധപ്പുരകളൊക്കെയും മാരകമായ പ്രകരശേഷിയുള്ള അണുവായുധങ്ങൾ കൊണ്ട് ലോകരാഷ്ട്രങ്ങൾ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭൂഖണ്ഡത്തിൽ ഇരിക്കുമ്പോൾ തന്നെ 10,000-കണക്കിന് മൈലുകൾക്കപ്പുറമുള്ള മറ്റു ഭൂഖണ്ഡങ്ങളിൽ ഒരു അണുവ്യത്യാസം പോലും വരാതെ കൃത്യസ്ഥലത്ത് തന്നെ മിസൈലുകൾ പതിപ്പിക്കാൻ കഴിയുന്ന ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലുകളാണ് ലോകരാഷ്ട്രങ്ങളുടെ കരങ്ങളിൽ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഭൂഖണ്ഡാന്തര മിസൈൽ ഇവിടെ നിന്ന് വർഷിപ്പിച്ചു കഴിഞ്ഞാൽ യൂറോപ്പിലേക്കും പോകും, അമേരിക്കയിലേക്കും പോകും. അതേ ലോകം ഇന്ന് സമാധാനമില്ലാത്തൊരവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുക. ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്താം. ദൈവം അവനെ ഏറ്റവും ഉയർത്തി, സകല നാമങ്ങൾക്കും മേലായ നാമം അവന് കൊടുത്തു. എന്തിന്? ഭൂലോകരുടെയും സ്വർലോകരുടെയും അധോലോകരുടെയും ഒക്കെയും മുഴങ്ങാൽ അവന്റെ മുൻപിൽ മണങ്ങുവാനും എല്ലാ നാവുകളും അവൻ കർത്താവെന്ന് ഏറ്റുപറയേണ്ടതിനും അവന് വലിയ നാമം കിട്ടിയിരിക്കുകയാണ്. ഇന്ന് രാത്രികാലം നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ആ നാമം നമ്മുടെ നാവിലെടുത്ത് ആ നാമത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. നമ്മെ വീണ്ടെടുത്ത, നമ്മെ രക്ഷിച്ച, നമ്മുടെ രക്ഷയ്ക്കായി മരക്രൂശിൽ 3 ആണിമേൽ തൂങ്ങിയവൻ, നാം അറിയാതിരിക്കെ നാം ദോഷികളായവന് വിരോധമായി പ്രവർത്തിച്ചപ്പോ നമ്മെ നിമിത്തം, നമ്മോടുള്ള സ്നേഹം നിമിത്തം പാടുകളേറ്റവൻ, ആ മരക്രൂശിൽ 3 ആണിമേൽ തൂങ്ങിയപ്പോൾ അവന്റെ മുമ്പിൽ ഉണ്ടായിരുന്ന ഏക ലക്ഷ്യമെന്നുള്ളത് ഒരു വിശുദ്ധ സഭയായിരുന്നു. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ, നിന്നെയും അവന്റെ മുൻപിൽ തേജസ്സോടെ നിർത്തേണ്ടതിനാ. ഇന്നൊരു പക്ഷേ നിന്റെ ജീവിതത്തിൽ തോൽവികൾ കണ്ടേക്കാം, പരാജയങ്ങൾ കണ്ടേക്കാം. അതിനെ നീ വകവെക്കണ്ട. നിന്നെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്ന യേശുവിന്റെ കരങ്ങളിലേക്ക് നിന്റെ ജീവിതത്തെ കൊടുത്താട്ടെ. യേശുവേ, ഈ ദുഷ്ടലോകത്തിലെ പാപജീവിതം എനിക്ക് മതി. ഒരു വലിയ നാശത്തിലേക്ക് പാഞ്ഞുകൊണ്ടിരിക്കുന്ന ലോകത്തിൽ എനിക്കിനിയും വാസം വേണ്ട, പാപം ചെയ്തൊരു ജീവിതം വേണ്ട. നീ നിന്റെ വിശുദ്ധ സഭയെ ചേർക്കുവാൻ വരുമ്പോൾ, കാഹളധ്വനിയോടെ 1000 ദൂതന്മാരുടെ അകമ്പടിയോടുകൂടെ വരുമ്പോൾ എനിക്ക് നിന്നെ എതിരേറ്റാൽ മതി. എത്ര പേർ ആഗ്രഹിക്കുന്നു? മുഴങ്കാലിരുന്നാട്ടെ. അതിനാവശ്യമായ ദൈവശക്തിയാണ് യേശു നമ്മിൽ പകർന്നിരിക്കുന്നത്. നമ്മുടെ താഴ്ചയുള്ള മൺശരീരത്തെ തന്റെ മഹത്വമുള്ള ശക്തിയോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുന്ന ശക്തി. ഇന്ന് രാത്രികാലം അഭിഷേകം പ്രാപിച്ചവർ ദൈവശക്തിക്ക് ഇടം കൊടുത്താട്ടെ. അഭിഷേകം പ്രാപിച്ചിട്ടില്ലാത്തവർ വിശ്വാസത്തോടെ കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നുവെങ്കിൽ ഈ കൂട്ടത്തിന്റെ അവസാനത്തിൽ തന്നെ ദൈവശക്തി നിങ്ങളുടെ മേൽ നിഴലിടുവാനിടയായി തീരും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ദൈവം വിളിച്ചു വരുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കുമുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ നാമത്തെ വിളിച്ചു അപേക്ഷിച്ചാട്ടെ. അവൻ കർത്താവായി വെളിപ്പെടുവാൻ പോകുകയാണ്. ഗംഭീരനാദം വാനിൽ മുഴങ്ങുവാൻ പോകുകയാണ്. പ്രധാന ദൂതന്റെ ശബ്ദം ഒഴുകുവാൻ പോകുകയാണ്. ദൈവത്തിന്റെ കാഹളം ധ്വനിക്കുവാൻ പോകുകയാണ്. മരിച്ചു പൂർണ്ണരാക്കപ്പെട്ട് മൺമറഞ്ഞ വിശുദ്ധന്മാർ അക്ഷരായി പറന്നുയരുവാൻ പോകുകയാണ്. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നമ്മുടെ വർത്തമാനകാലത്തിൽ തന്നെ സംഭവിപ്പാൻ പോകുകയാണ്. ദൈവമക്കൾ, ഒരു സത്യം മനസ്സിലാക്കണം. നാം ഒരുങ്ങുന്നത് ഒരു ദിവസത്തിന് വേണ്ടിയല്ല, ഒരു മണിക്കൂറിന് വേണ്ടിയല്ല, ഒരു മിനിറ്റിന് വേണ്ടിയല്ല, ഒരു സെക്കൻഡിന് വേണ്ടിയല്ല. ചെന്നൈ എക്സ്പ്രസ് കൊല്ലത്ത് വന്ന് നിൽക്കുമ്പോൾ 3 മിനിറ്റ് കിട്ടും അതിൽ കയറാൻ. ഫ്ലൈറ്റിൽ കയറുവാനാണ് 2 മണിക്കൂർ മുമ്പ് പോയിരിക്കാം. ഫ്ലൈറ്റ് അവിടെ ലാൻഡ് ചെയ്തിട്ടിരിക്കുക. എന്നാൽ യേശു ഗംഭീരനാദത്തോട് വരുന്നതും, പ്രധാന ദൈവദൂതന്റെ ശബ്ദം മുഴങ്ങുന്നതും, ദൈവത്തിന്റെ കാഹളം മുഴങ്ങുന്നതും, ദൈവത്തിന് സ്തോത്രം, മരിച്ച വിശുദ്ധന്മാർ അക്ഷരായി പറന്നുയരുന്നതും, നമ്മൾ രൂപാന്തരപ്പെടുന്നതും ഒരു സെക്കൻഡിനല്ല, സെക്കൻഡിൽ ഒരു അംശത്തിലാണ്. പെട്ടെന്ന് കണ്ണിമിക്കുന്നതിനിടയിലാണ്. ദൈവം ഇതിലെ നീ ആ നിമിഷത്തിന് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ടോ? ആ ദിവസം നിനക്ക് കണിയായി ഭവിക്കരുത്. ഇന്ന് രാത്രികാലം യേശുവിന്റെ പാദപീഠത്തിൽ വീണ്ടും നിന്നെ തന്നെ സമർപ്പിച്ചാട്ടെ. യേശുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ നിനക്ക് വിളിച്ചപേക്ഷിപ്പാൻ കഴിയുന്നുവെങ്കിൽ ആ ദിവസം അവന്റെ കണ്ണുകളിൽ നിനക്ക് കരുണ ലഭിപ്പാനിടയായി തീരും. ആ വലിയ കൃപയാൽ നിന്റെ ജീവിതത്തെ അവൻ നിറയ്ക്കുവാൻ പോവുകയാണ്. അവന്റെ നിറവിൽ നിന്ന് കൃപമേൽ കൃപ നിന്റെ ജീവിതത്തിൽ പകരപ്പെടുകയാ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവശക്തി നമ്മുടെ മധ്യത്തിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാ. ആമേൻ. സമർപ്പിച്ചവരിൽ ദൈവത്തിന്റെ ശക്തി അത്യന്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ദുഷ്ടലോകത്തിൽ വിശുദ്ധിയോടെ ജീവിപ്പാൻ, ക്രിസ്തുവിലുള്ള ഏകാഗ്രതയോടൊരു നിർമ്മല ജീവിതം നയിപ്പാൻ ആ ശക്തി അവരെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാ. എന്ന് രാത്രികാലം സമർപ്പിക്കാം. ഹല്ലേലൂയ. കർത്താവൂതൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടും സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ എത്രയോ സന്തോഷം എത്രയോ സന്തോഷം എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ ഹല്ലേലൂയ. എത്രയോ സന്തോഷം എത്രയോ സന്തോഷം എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ അരൂപാന്തരത്തിന്റെ ശക്തി നമ്മുടെ മധ്യത്തിൽ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ എത്രയോ സന്തോഷം എത്രയോ സന്തോഷം എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ എത്രയോ സന്തോഷം എത്രയോ സന്തോഷം എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ ഇറങ്ങിയിടുന്ന ശുദ്ധിമാന്മാർ അവൻ കേൾക്കുന്ന മാത്രയിൽ കേൾക്കുന്ന മാത്രയിൽ പെട്ടെന്നുയർത്തുവാനിൽ ചേർന്നിടുമേ പെട്ടെന്നുയർത്തുവാനിൽ ചേർന്നിടുമേ തീരാത്ത സന്തോഷം തീരാത്ത സന്തോഷം തീരാത്ത സന്തോഷം ഭ്രമിക്കും അവർ തീരാത്ത സന്തോഷം തീരാത്ത സന്തോഷം തീരാത്ത സന്തോഷം ഭ്രമിക്കും അവർ മണ്ണിലുറങ്ങിയിടുന്ന ശുദ്ധിമാന്മാർ മണ്ണിലുറങ്ങിയിടുന്ന ശുദ്ധിമാന്മാർ അവഹേളനാദം കേൾക്കുന്ന മാത്രയിൽ അവഹേളനാദം കേൾക്കുന്ന മാത്രയിൽ പെട്ടെന്നുയർത്തുവാൻ ചേർന്നിടുമേ പെട്ടെന്നുയർത്തുവാൻ ചേർന്നിടുമേ തീരാത്ത സന്തോഷം തീരാത്ത സന്തോഷം തീരാത്ത സന്തോഷം ഭ്രമിക്കുന്നവർ 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 Hallelujah. Kabala